രണ്ടാം അധ്യായം സത്യാന്വേഷണം. അന്വേഷണത്തിന്റെ അന്തിമ ഘട്ടത്തിൽ, അതിന്റെ അവസാനം എന്ന തത്വനിർണയത്തിൽ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരുവന് എങ്ങനെയാണ് സത്യാനുഭവം, ആ അനുഭവത്തിന്റെ വിവരണം. അപ്പൊ എല്ലാവിധ തെറ്റിദ്ധാരണകളെയും മാറ്റുന്ന വിധത്തിൽ ഭഗവാൻ ഇവിടെ പറയുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ആശ്ചര്യത്തോടുകൂടി ഇതിനെക്കുറിച്ച് പറയുന്നു, ആശ്ചര്യത്തോടുകൂടി ഇതിനെക്കുറിച്ച് കേൾക്കുന്നു, ആശ്ചര്യത്തോടുകൂടി ഇതിനെ കാണുന്നു. കണ്ടിട്ടും കേട്ടിട്ട് ഇതൊക്കെയാണെങ്കിലും മനസ്സിലാകാത്തതും, അല്ലെങ്കിൽ ഈ കാണലിലും കേൾക്കലിലും പറയലും ഒന്നും അല്ല ഈ സത്യം എന്ന്. ഇതിനെയാണ് ആധ്യാത്മികത എന്ന് പറയാം. ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് ആധ്യാത്മികത. മാത്രമല്ല, ഇവിടെ ഭഗവത്ഗീതയുടെ മനഃശാസ്ത്രവും ഇതാണ്. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മനഃശാസ്ത്രം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കടകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് മാസിക. അതല്ല. സ്വാമി ഒന്നിനെയും കുറ്റം പറയില്ല. എന്തിന്? ഫ്രോയിഡിന്റെ മനഃശാസ്ത്രം പോലും ആ മനഃശാസ്ത്രമല്ല. നമ്മൾ മനഃശാസ്ത്രം എന്ന് പറയുമ്പം യുങ്ങും ഫ്രോയിഡും ഇത്യാദി പാശ്ചാത്യ മനഃശാസ്ത്രകാരന്മാരുണ്ട്, അല്ലെങ്കിൽ ഭാരതീയ മനഃശാസ്ത്രകാരന്മാരുണ്ട്. ആഴ്ചകളും മാസങ്ങളും തോറും പുറത്തിറങ്ങുന്ന വാരികകളും മാസികകളും ഒന്നും ഇത് അങ്ങേയറ്റത്തെ മനഃശാസ്ത്രം. അങ്ങേയറ്റത്തെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫ്രോയിഡിന്റെ മനഃശാസ്ത്രത്തിനൊക്കെ പരിമിതിയുണ്ട്. അത് മനസ്സിൽ ആരംഭിച്ച് മനസ്സിൽ അവസാനിക്കുന്നു. അതിന്റെ സങ്കേതങ്ങള്, താവളങ്ങള് ആവിർഭവിച്ച് തിരോധാനപ്പെടുന്നത് മനസ്സിലാണ്. ഇത് മനസ്സിന്റെ അപ്പുറത്തേക്കുള്ളതാണ്. അതുകൊണ്ട് ഈ മനഃശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും രണ്ടാണ്. മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ വേണമെന്ന് പറയുക. ഇത് മനസ്സിനെ കടന്നു നിൽക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിനപ്പുറത്തേക്ക്. അതുകൊണ്ടാണ് മനീഷി എന്ന് ഋഷിയെ പറഞ്ഞത്. മനസ്സഹ ഈഷ്ടതേ ഇതി മനീഷേ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, ആശ്ചര്യവത് പശ്യതി, ആശ്ചര്യവത് വദതി, ആശ്ചര്യവത് ശൃണോതി. ഇതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ പാരമ്യമാണ്. പറയാൻ ശ്രമിച്ചിട്ടുള്ളവര്, കേൾക്കാൻ ശ്രമിച്ചിട്ടുള്ളവര്, അതിനെ അനുഭവിക്കാൻ, കാണാൻ ശ്രമിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത്രയൊക്കെ ആകാം. പക്ഷെ അതിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനമല്ല, അല്ലെങ്കിൽ പ്രഖ്യാപനമല്ല. അതിന്റെ അവസാന ബിന്ദുവല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല എന്ന് പറയാം. അതിൽ അവസാനിക്കുന്നില്ല. ഒരാളോട്, അതായത് ചന്ദ്രനെ ചൂണ്ടിക്കൊടുക്കുന്ന കൈവിരൽ ഒരിക്കലും ചന്ദ്രനല്ല. ഇതൊരു വലിയ സത്യമാണ്. ഇതിപ്പോ ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. ഓഹോ, അപ്പൊ ഇതല്ലേ? അല്ല എന്ന് പറയാം. ചന്ദ്രനെ ചൂണ്ടുന്ന കൈവിരൽ ഒരിക്കലും എന്തല്ല? ചന്ദ്രനല്ല. എന്നാ പിന്നെ ചൂണ്ടല് നിർത്താമോ എന്ന് ചോദിച്ചാലോ? അതും പറ്റില്ല. ചൂണ്ടുപലക. ഇപ്പൊ ശാസ്ത്രമൊക്കെ അത്രയേ ഉള്ളൂ. ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ഉപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ എന്താ സഹായിക്കാൻ പറ്റുന്നത്? ഇത് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാൻ ഒന്ന് കാണിച്ചു തരുന്നു, ജസ്റ്റ്. അതിൽ കവിഞ്ഞതിന് യാതൊരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് അതൊരു ചൂണ്ടുപലകയാണ്. മൂകനായിട്ടുള്ള ഒരാൾക്ക് പഞ്ചസാരയുടെ മാധുര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വർണ്ണിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പഞ്ചസാര എടുത്തിട്ട് കയ്യിൽ തരാൻ പറ്റും നമുക്ക്. എന്നിട്ടോ നമുക്ക് വേണമെങ്കിൽ അത് രുചിക്കാം. ആധ്യാത്മികതയിൽ ഇതും പറ്റില്ല എന്നാണ്. പഞ്ചസാരയുടെ കാര്യത്തിൽ, ശർക്കരയുടെ കാര്യത്തിലൊക്കെ ഇതെങ്കിലും സാധിക്കും. ഒരാൾക്ക് എടുത്തു കൊടുക്കാം, അയാൾ അനുഭവിക്കട്ടെ.
എന്നിട്ട് അയാൾ എഴുതി വെക്കട്ടെ. ആധ്യാത്മികതയിൽ ഇത്രയും സാധ്യമല്ല. അത് ആ അനുഭവം അത് ഇതുവരെ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ബുദ്ധൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം നമ്പറൊക്കെ ഇട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 11 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. 11 ചോദ്യങ്ങൾ. 11 ആധ്യാത്മികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനൊരു പരുക്കനാവും. അതുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെ പരുക്കനും ഇനി എന്തെങ്കിലും അത് പറയാതിരുന്നാൽ അതിനോട് കാണിക്കുന്ന ഒരു അനീതിയാവും. അതുകൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തരുത്, എന്നെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. ഇതൊരു ബുദ്ധന്റെ വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ന് പറയാം. അതിനെയൊക്കെ അതിവർത്തിച്ചവരാ ഋഷീശ്വരന്മാര്. അവർ പറയാൻ ശ്രമിച്ചു. എന്നിട്ട് അവർ വളരെ ശ്രദ്ധാപൂർവം നമ്മളെ എവിടെയും കൊണ്ട് തളച്ചിട്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളാണ്. നമ്മൾ ഈശ്വരൻ പരമമായ സത്യത്തെക്കുറിച്ച് പറയുമ്പോഴായത് മറ്റ് പല നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ദർശനത്തിലും കേൾവിയിലും ഒക്കെ നമുക്ക് പറയാം വേണമെങ്കിൽ, ഓ സ്വാമിജി ഇത് എനിക്ക് കിട്ടി എന്നൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ കേവലം ചൂണ്ടുപലകയാണ്. കുരുടൻ അല്ലെങ്കിൽ കുരുടൻ ചന്ദ്രോദയത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, ചന്ദ്രന്റെ ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു, ഒന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ഈ വിഷയത്തിൽ ഒന്നും നിങ്ങളോട് പറയാനില്ല. അതുകൊണ്ട് അദ്ദേഹം മിണ്ടാതെ കഴിച്ചുകൂട്ടി. പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും മിണ്ടില്ല അവരോടൊന്നും. അതേ സമയത്ത് വളരെ ഗ്രാമീണരായ ശുദ്ധരായ അമ്മമാരൊക്കെ അദ്ദേഹത്തിനോട് പോയി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആ സത്യം എങ്ങനെയിരിക്കും എന്നൊക്കെ. അപ്പൊ അദ്ദേഹം അവരോട് പറയാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതും അവിടെ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ വളരെ വളരെ അളന്നു മുറിച്ച ഭാഷയാണ്. അദ്ദേഹം ഒരു അമ്മ ചോദിച്ച സമയത്ത് പറഞ്ഞു, അമ്മ അത് ചുള്ളിക്കൊമ്പ് ഒടിക്കുന്നത് പോലെയാണ്. അത് ഈ അമ്മയ്ക്ക് നല്ല പരിചയമുള്ളത്. ആ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതായിരുന്നു. വിറക് ഇങ്ങനെ പൊട്ടിക്കുകയായിരുന്നു. ഈ വീണ കൊമ്പ്, മരത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ ശേഖരിച്ച് അടുക്കി അടുക്കി വെക്കുമ്പം അതിങ്ങനെ പൊട്ടിക്കുന്നത് പോലെയാണ്. അനായാസേന എന്നാണ് അതിന് അർത്ഥം. ഒരമ്മയോട് പറഞ്ഞു വെള്ളം കോരുന്നത് പോലെയെന്ന്. അതൊരു തൊട്ടി വെള്ളം ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കിയിട്ട് കോരിയെടുക്കുന്ന എങ്ങനെ ഉണ്ടാവും? അതുപോലെ. അപ്പൊ ഈ വെള്ളം കോരിയെടുക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നാളെ ബക്കറ്റിൽ ഇട്ടിങ്ങനെ എടുക്കുമ്പോൾ അത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കില്ല. അതുകൊണ്ട് അത് ശരിയായ ഒരു വഴിയിലേക്ക് തിരിച്ചു വിട്ടുകൊടുത്തിരിക്കുക. ഇനി നാളെ കുറെ ചുള്ളിക്കൊമ്പ് എടുത്ത് ഓടിച്ചാൽ കിട്ടുമോ? ഇല്ല. അത് അനായാസേന സംഭവിക്കുന്ന അവർണ്ണനീയമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമുക്കൊക്കെയുള്ള ചിന്തകളാണ് അങ്ങേയറ്റത്തെ അജ്ഞാനം. ചില തമാശകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്ന് വിചാരിക്കും. എന്താണെന്നറിയോ? ഇപ്പൊ ഈ അടുത്ത ദിവസം കേട്ട ഒരു തമാശ, അതായത് വിഷുവിന് കുറെ പടക്കം മേടിച്ചു കൊണ്ടുപോവുക. വിഷുവിന് കാറിന്റെ ഡിക്കിയിലാണ് പടക്കം ഉള്ളത്. നിറയെ ഉണ്ട് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 4-5 പേര് ഒരുമിച്ച് മേടിച്ചിട്ട് കൊണ്ടുപോവുക. അപ്പം അതിൽ ഒരാൾ ചോദിച്ചു, കഷ്ടകാലത്തിന് ഇത് ഡിക്കിന്നാറ്റം പൊട്ടിയാലോ എന്ന്. അപ്പൊ പറയാ, അത് പ്രശ്നമില്ല, വേറെയും കുറച്ച് വീട്ടിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു അജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് പറയാം നമുക്ക്. പക്ഷെ നമ്മളെ സംബന്ധിക്കുന്ന അജ്ഞാനം, സ്വാമി പറയട്ടെ, ഇപ്പൊ നമ്മള് ചിലരെ കുറിച്ച് പറയും, ഇവരൊക്കെ എന്താ ആധ്യാത്മികത, ഇവർക്കെന്ത് ആധ്യാത്മികതയ്ക്ക് ഇവർക്കെന്താ അധികാരം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കർമ്മങ്ങൾ, അയ്യോ അവരൊന്നും ഒരു തീരെ ശരിയല്ലാത്ത ആൾക്കാരാണല്ലോ, അവരെങ്ങനെയാ ഗീത പഠിക്കാൻ വരുന്നത്, ഗീത കേൾക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇതറിയാൻ? നിങ്ങളുടെ കർമ്മങ്ങളൊന്നും ഇവിടെ ഇതിനെ സംബന്ധിക്കുന്നതേ അല്ല.
ഈ പരമമായ സത്യസാക്ഷാത്കാരത്തിലേക്ക്, ഈ സത്യത്തെ വിചാരം ചെയ്യുന്ന കാര്യത്തില് നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നതൊന്നും വിഷയമല്ല. ഇവിടെ വെച്ച് ഇതൊക്കെ പറയാൻ പറ്റും. നിങ്ങൾ കുളിച്ചോ, നിങ്ങൾ വല്ലവനെയും ദ്രോഹിച്ചോ ഇത്യാദി കാര്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. നിങ്ങൾ എന്ത് കഴിച്ചു, നിങ്ങൾ എപ്പോ എഴുന്നേറ്റു, നിങ്ങൾ എപ്പോ ഉറങ്ങി. അതുകൊണ്ട് ഒരാൾക്കും ഇതിനെ ഒരാൾക്കും ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അവരതിനെ അറിയാനുള്ള ശ്രമം നടക്കുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്, ജന്മസിദ്ധമായ അവകാശമാണ്. ഒരു പ്രശസ്തനായ ബെർണാഡ് ഷാ അദ്ദേഹം പറയുന്നു, മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശപിക്കപ്പെട്ടവനാണ് എന്ന്. സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത് അവന്റെ ഒരു ശാപമാണ്. അത് വലിയൊരു വിചാരം ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. അപ്പൊ അത് നമ്മുടെ സഹജമായ ഒരവസ്ഥയാണത്. നമുക്കത് നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഈ സത്യം അറിയാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പൊ ആ ശ്രമം നടത്തുന്നവരെ നമ്മൾ നോക്കിയിട്ട് പറയാം, ഓ ഇയാള് എങ്ങനെയാ ശരിയാവുക എന്ന്. നമുക്കതിന് അധികാരമില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും ഈ വിഷയത്തിൽ നമ്മളൊരു മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർക്കാകാം എന്ന് പലപ്പോഴും നമ്മൾ പറയാറില്ലേ? നോക്കൂ, ആ കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്നതേ സുപ്രഭാതമാണ്. സുപ്രഭാതം വെച്ചുകൊണ്ടാണ് ആ വീട്ടിൽ എല്ലാവരും ഉണരുന്നത്. കുട്ടികളൊക്കെ അച്ഛനെ നമസ്കരിക്കണു, അമ്മയെ നമസ്കരിക്കണു. അവരൊക്കെ വലിയ സ്നേഹത്തിൽ കഴിയുന്നു. വീടുകൾ ഒരു കലഹവും ഉണ്ടാവുന്നില്ല. പക്ഷെ കണ്ടോ, എന്നിട്ട് അവർക്കിപ്പം വന്നത് ഇത് അദ്ദേഹത്തിന് ഇപ്പൊ ക്യാൻസറാണത്രേ. എന്നിട്ടിപ്പോ എന്താ കാര്യം? കണ്ടില്ലേ എത്ര കാലം ഇവർ ഈശ്വരനെ ഭജിച്ചിട്ട്, എന്നിട്ട് ഇവർക്ക് കിട്ടിയത് കണ്ടില്ലേ? നിങ്ങളുടെ ഈ പൊട്ടത്തരം ഉണ്ടല്ലോ, ഈ ചിന്ത, നിങ്ങൾ ഈ ഭജിച്ചതും ഗിജിച്ചതും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ രോഗമൊന്നും വരില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പരമമായ സത്യം നിങ്ങളുടെ രോഗത്തെ മാറ്റിത്തരാനോ അല്ലെങ്കിൽ രോഗം ചിലർക്ക് ഉണ്ടാക്കാനോ ഒന്നുമല്ല. നിങ്ങളിതിനെ രോഗവുമായി ബന്ധിപ്പിക്കുമ്പം, മകന്റെയോ മകളുടെയോ കല്യാണവുമായി ബന്ധിപ്പിക്കുമ്പം, ജോലിയും ട്രാൻസ്ഫറും പ്രമോഷനും വീട് വാടകയും വീട് ഒഴിയാത്തതും ഇത്യാദികളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന സമയത്ത് നമുക്കിതിന്റെ 7 അയലത്ത് പോവാൻ പറ്റില്ല. ഇവിടെ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം എന്ന് പറയുന്നതും ഞാൻ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുന്നതുമായിട്ട് എവിടെയായിരിക്കും? അജഗജാന്തരം, അജവും ഗജവും പോലെ ഇരിക്കും, ആടും ആനയും പോലെ. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ പരമമായ സത്യത്തെക്കുറിച്ചാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. പരമമായ സത്യത്തെക്കുറിച്ച്. ആ പരമമായ സത്യം ഇതാ. എല്ലാ നാമങ്ങളിൽ നിന്നും, എല്ലാ രൂപങ്ങളിൽ നിന്നും, എല്ലാ സ്തുതികളിൽ നിന്നും, എല്ലാറ്റിനും അപ്പുറത്ത്, അങ്ങ് അകലെ. അകലെ എന്ന് പറയുമ്പം പിടികിട്ടി എന്ന് തോന്നണ്ട. അതുകൊണ്ടാണ് കൃഷ്ണമൂർത്തി, ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈശ്വരനെ അന്വേഷിക്കും തോറും നിങ്ങൾ ഈശ്വരനിൽ നിന്ന് അകലുന്നു. ഈശ്വരനെ അന്വേഷിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു കാലത്തും ഈശ്വരനിലെത്താൻ സാധ്യമല്ല. ഈശ്വരനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനിൽ നിന്ന് അകലുന്നു. അന്വേഷിക്കാതിരിക്കുമ്പം നിങ്ങൾക്ക് ഒരിക്കലും എത്താനും പറ്റില്ല. തരക്കേടില്ല സ്വാമി. ബലേദാഷ്. അതെ, ആ ഒരു നിസ്സഹായ അവസ്ഥ, അതിൽ നിന്നുള്ള ഒരു മനസ്സിലാക്കൽ, മനനം ചെയ്യൽ, ഇതൊക്കെയാണ് ആധ്യാത്മികത. അതിൽ കിട്ടുന്നതോ ആനന്ദം, അതിന്റെ ഫലം ആനന്ദം. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയണു. ഈ പറഞ്ഞിട്ടുള്ളവരിൽ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാനാണ് സ്വാമിക്ക് ഏറെ ഇഷ്ടം. ശ്രുത്വാച കശ്ചിത്, ശ്രുത്വ കേട്ടിട്ട്, പശ്യൻ കണ്ടിട്ട്, എല്ലാം ന വേദ ഏവ, അറിയുന്നില്ല ആരും. അപ്പൊ ഇതുവരെ ആർക്കും ഇതിനെ നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. സ്വാമി, ഇതിനെയാണ് ഞങ്ങൾ എസ്കേപ്പിസം എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്നാ നിങ്ങളൊന്ന് നിർവചിക്കണം ആരെങ്കിലും. ഇതിനെ സാധിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ
ഏത് അനുഭവത്തെയും ഒന്ന് ശ്രദ്ധിക്കുക, ഏത് അനുഭവത്തെയും ഞാൻ വിലയിരുത്തുന്നത് ചിന്തകളിലൂടെയാണ്. ഏതനുഭവത്തെ ഞാൻ അനുഭവിച്ച സുഷുപ്തിയെ പോലും ഞാൻ ആ അനുഭവത്തെ സഹജനിലേക്ക് മറ്റൊരാളിലേക്ക് പകരാൻ ശ്രമിക്കുന്നതും ഞാൻ ആ അനുഭവത്തെ ഞാൻ തന്നെ സ്മരിക്കുന്നതും ചിന്തകളിലൂടെയാണ്. ഇതോ ചിന്തകളുടെ പൂർണ്ണ വിരാമത്തിലാണിത്. ചിന്തകളുടെ പൂർണ്ണമായ വിരാമത്തില്, ചിന്തകളുടെ പൂർണ്ണമായ അഭാവത്തില് ഉള്ള അനുഭവത്തെ ചിന്തകൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് പറയുന്നത്. ബാക്കി എല്ലാ അനുഭവത്തിലും ഈ പറഞ്ഞ ത്രിപുടിയുണ്ട്. അനുഭവിക്കുന്ന ആള്, അനുഭവിക്കാനുള്ളത്, അനുഭവം, ജ്ഞാതൃ ജ്ഞാന ജ്ഞേയം. ഇവിടെ അതുതന്നെയാണത്. അതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു വീഴുന്നു എന്ന് പറയാം. ഒന്നിനും നിലനിൽപ്പില്ല ഈ അനുഭവത്തിൽ. അതുകൊണ്ട് ഉപനിഷത്തിന് ഭഗവത്ഗീതയ്ക്ക് ഇങ്ങനെ പറഞ്ഞേ മതിയാകൂ. വേറെ ഒരു പ്രകാരത്തിലും വേറെ എന്ത് പറഞ്ഞാലും അത് അബദ്ധമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വാക്കുകൾ ഇത്രയൊക്കെയാണ്. ന ചക്ഷുഷ, അവിടെ കണ്ണ് പ്രവേശിക്കുന്നില്ല. ന ശൃണോതി, അതിനെ കേൾക്കാൻ സാധ്യമല്ല. ന വാക് അഭ്യുദ്യതേ, വാക്കുകൾ അവിടെ അപ്രസക്തമാണ്. ന പ്രാണേന പ്രാണിതി, പ്രാണനെ കൊണ്ട് അതിനെ അറിയാൻ ഇല്ല. അപ്പൊ പ്രാണനെ കൊണ്ട് പറ്റില്ല, മനസ്സുകൊണ്ട്, മനസാ ന മനുതേ, മനസ്സുകൊണ്ട് സാധ്യമല്ല. വാച ന അഭ്യുദിതം, വാക്കുകൊണ്ട് സാധ്യമല്ല. അത് അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നയിക്കാൻ നമ്മെ ഇത് സഹായിക്കും. അപ്പൊ ആധ്യാത്മികം എന്ന് പറയുമ്പം ആ അനുഭവത്തെയാണ് പറയുന്നത്. അതിന് സഹായിക്കുന്നത് കൊണ്ട് ഇതിനെ എന്തു പറഞ്ഞു? മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. ഏത് മനഃശാസ്ത്രം? മനസ്സിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ശാസ്ത്രം, അങ്ങേയറ്റത്തെ ശാസ്ത്രം. അതുകൊണ്ടാണ് അവിടെ നിന്നിട്ടാണ് ഇത് സംസാരിക്കുന്നത്, ഏറ്റവും ഉയർന്ന തലത്തില്. അതുകൊണ്ട് ഭാരതത്തിലെ ഋഷി മനസ്സിനെ കുറിച്ച് പറയുമ്പം ചിന്തകളെ വേർതിരിച്ചെടുത്ത് അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ തെറ്റിദ്ധാരണകൾ നമ്മിൽ നിന്ന് മാറണം. നമ്മൾ വിചാരിക്കും ശരീരത്തിന് ഏൽക്കുന്ന, അത് ശരീരം ഇതിനപ്പുറത്താണ്, ശരീരത്തിന്റെ അപ്പുറത്താണ് ആത്മാവിന്റെ നിലനിൽപ്പ്. ആത്മാവിലാണ് എല്ലാം. അതിന് ഈ വികാരങ്ങളൊന്നും ബാധിക്കുന്നതല്ല. ഇതൊക്കെ കുറച്ചുകൂടെ വിസ്തരിക്കും, 2-ാം അധ്യായത്തിൽ തന്നെ കുറച്ചുകൂടെ വിസ്തരിക്കുന്നുണ്ട്. ഈ തുടർന്നുള്ള അധ്യായങ്ങളിലുണ്ട്. അപ്പൊ ഒരു വികാരങ്ങളും ഇതിനെ ബാധിക്കുന്നതല്ല. ഇനിയോ മറ്റു വികാരങ്ങളെ കൊണ്ടൊന്നും ഇതിനെ ഒരാൾക്കും പ്രത്യക്ഷപ്പെടുത്താൻ സാധ്യവുമല്ല. ഇതൊക്കെ കേൾക്കുമ്പം, ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്കുണ്ടാകേണ്ട ശരിയായ ഒരു ദിശാബോധം നമുക്ക് കിട്ടണം. നമ്മളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ, ശരീരത്തെ സംബന്ധിച്ച്, മനസ്സിനെ സംബന്ധിച്ച്, ബുദ്ധിയെ സംബന്ധിച്ച്. ഇപ്പൊ വികാരങ്ങളുടെ മുകളിൽ നമുക്കൊരു സ്വാധീനം ഉണ്ടായിരിക്കുക. ഇതൊക്കെ നമ്മളെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെയും കൂടെ പഠിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു പഠനം. ചിന്തകളെ വേറിട്ട് കാണുക. അതായത് നിങ്ങൾ ഈ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പൊ സ്വാമിക്ക് നിങ്ങളെ ഇങ്ങനെ കാണാം, ഈ ആൾക്കൂട്ടത്തെ കാണാം. ഇതൊരു മനസ്സാണ്. അതെ, ഇതാണ് നമ്മുടെ മനസ്സ്. ചിന്തകൾ, വൈവിധ്യമാർന്ന ചിന്തകൾ, അല്ലേ? ഇതിനിങ്ങനെ ഇഴ വിരിച്ചെടുത്താൽ കാട്ടിൽ പോയ വൃക്ഷങ്ങൾ കാണുന്നില്ലേ നമ്മൾ? അതുപോലെ അതൊക്കെ തന്നെ പഠിക്കാൻ പറ്റുന്നതും അതിനെ അറിയാൻ പറ്റുന്നതും വലിയൊരു കാര്യമാണ്, വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഓരോന്നിനെ അറിയാം. നമ്മൾ അറിയേണ്ടത്, ഭഗവാൻ പറഞ്ഞു, ദേഹത്തിന്റെ നശ്വരത, ദേഹത്തിന്റെ പരിമിതി.
അതുപോലെ മനസ്സിന്റെ പരിമിതി. മനസ്സിന് ഏതുവരെ കടന്നു ചെല്ലാം? ബുദ്ധിയുടെ പരിമിതി. ബുദ്ധിക്ക് എന്തൊക്കെ വെളിപ്പെടുത്തി തരാം ഈ ലോകത്തില്? ഈ ലോകത്തിലുള്ളതിനെ മുഴുവൻ ബുദ്ധിക്ക് വെളിപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. നമ്മൾ അറിയേണ്ടത്, ഭഗവാൻ പറഞ്ഞു, ദേഹത്തിന്റെ നശ്വരത, ദേഹത്തിന്റെ പരിമിതി, അതുപോലെ മനസ്സിന്റെ പരിമിതി. മനസ്സിന് ഏതുവരെ കടന്നു ചെല്ലാം? ബുദ്ധിയുടെ പരിമിതി. ബുദ്ധിക്ക് എന്തൊക്കെ വെളിപ്പെടുത്തി തരാം ഈ ലോകത്തില്? ഈ ലോകത്തിലുള്ളതിനെ മുഴുവൻ ബുദ്ധിക്ക് വെളിപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. ചിന്മയാനന്ദ സ്വാമികള് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വാമിജി പറയുന്ന ഉദാഹരണം, ഒരാളെ ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി. ഇരുട്ട് മുറിയാണ്. അപ്പൊ ഇരുട്ട് മുറിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് ഒരു വലിയ ടോർച്ച് കൊടുത്തു. എന്നിട്ട് ആ ടോർച്ച് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മുറിക്കകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. അപ്പൊ സ്വാമി പറഞ്ഞു, ഇല്ല, ഞാൻ ചോദിക്കുന്ന ഒന്നിനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ ഇതിലേതും കാണിക്കും. ശരി. അങ്ങനെ ഈ വലിയ ടോർച്ച് ലൈറ്റുമായിട്ട് അദ്ദേഹം മുറിയിലേക്ക് പ്രവേശിച്ചു. കതകടച്ചു. എവിടെയും വെളിച്ചമില്ല. അദ്ദേഹം അടിക്കാൻ തുടങ്ങി. ആ ബീം ലൈറ്റിൽ ഓരോന്നും പ്രത്യക്ഷമായി എന്ന് പറയാം. ഇതാ ഫാന്, ഇതാ ക്ലോക്ക്, ഇതാ ഫോട്ടോ, ഇതാ 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 ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക്, തട്ടിന്റെ അടിയിൽ മുഴുവൻ, എവിടെ വേണമെങ്കിലും, സ്വാമി ഏത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നിൽക്കുമ്പോ സ്വാമി ചോദിച്ചു, ടോർച്ചിനകത്ത് തോഷിതയാണോ എവറഡിയാണോ എന്ന്? ടോർച്ചിനകത്തെ ബാറ്ററി ഏതാണ്? ആ ബാറ്ററി ഒന്ന് കാണിക്കാൻ പറഞ്ഞു. എപ്പോഴാണോ ബൾബ് ബാറ്ററിയെ കാണാൻ ഒരു ശ്രമം നടത്തുന്നത്, ആ ശ്രമത്തിൽ ബൾബ് പരാജയപ്പെടും. ബാറ്ററിയുടെ സാന്നിധ്യത്തിൽ ബൾബിന് എല്ലാറ്റിനെയും കാണാം. വേണമെങ്കിൽ ബൾബിന് പറയാം, ഇതാണ്, അത് ഇതാണ്, ഇതാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ. എങ്ങനെ? ബാറ്ററിയുടെ സാന്നിധ്യത്തിൽ. ബൾബ് ഒരു ശ്രമം നടത്തിയാൽ പിന്നെ ബൾബില്ല. അതാണത്ര സ്വാമിജി കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരു ഉദാഹരണം. എന്നാ ശരി, എന്നാ പിന്നെ പരിപാടി വേണ്ടാന്ന് വെക്കാം. അങ്ങനെ വേണമെങ്കിൽ നിശ്ചയിച്ചോളൂ. പരിപാടി വേണ്ടാന്ന് വെച്ചാൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതല്ലേ ഇപ്പൊ അർജുനന്റെ പ്രശ്നം. ദുര്യോധനാവാൻ പറ്റില്ല. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. താഴേക്ക് വീഴാൻ പറ്റില്ല. ഇനി ഭഗവാൻ ആയിത്തീരേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ദേഹത്തിന്റെ പരിമിതി, മനസ്സിന്റെ പരിമിതി, ബുദ്ധിയുടെ പരിമിതി, ഇതൊക്കെ അറിയുന്നത് നല്ലതാണ്. അപ്പൊ ആ അദൃശ്യമായ, സ്വാമി സൂചിപ്പിച്ച ഒരു കരങ്ങളുണ്ട്. അദൃശ്യമായ ഒരു കരം. ആ കരത്തിലേക്ക് അങ്ങോട്ട് വീണു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മൾ വേറെയല്ല എന്ന് പറയും. പിന്നെ ആ വിശ്വമാണ്. അതിനാണ് ഭഗവാനുള്ള ശ്രമം മുഴുവൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തു വേണം? ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഏറ്റുകഴിഞ്ഞാൽ അതിന് ചികിത്സാദികളെ കൊണ്ടൊക്കെ സുഖപ്പെടുത്താൻ ശ്രമം നടത്തണം. ഈ മുറി വേദാന്തത്തിൽ അങ്ങനെയുണ്ട്. വല്ല മുറിയും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. കുറച്ച് വേദാന്തം കേട്ടുവേ, എന്താ ശരീരമല്ലല്ലോ സ്വാമി ഞങ്ങള്, അതുകൊണ്ട് ഇങ്ങനെ വേഞ്ഞ് വലിച്ചിങ്ങനെ ചുമച്ചുകൊണ്ടൊക്കെ നടക്കുക. കാരണം ധന്വന്തരി തന്നെ നാരായണനാണ്. അപ്പൊ അദ്ദേഹത്തിനെ കാണണം. ഡോക്ടർ അതാണ് എന്നറിഞ്ഞ് അതിന് വേണ്ട ചികിത്സ ചെയ്യണം. അതിനെ പിന്നെ ഉണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ അത് പെരുപ്പിച്ച് കാണിക്കുക. അതുമുണ്ട് ചിലർക്ക്. അതിന്റെ ആവശ്യമില്ല എന്ന് പറയാം. ഒരമ്മ പല്ല് ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പല്ലിന് അകത്ത് ചെറിയൊരു ദ്വാരമുണ്ട് എന്ന് പറഞ്ഞു. ചെറിയൊരു ദ്വാരം. അപ്പൊ അവരിങ്ങനെ നാവിട്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ അത് ചെറുതല്ലല്ലോ,
അതൊരു വലിയതായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, അതെ, ഇതാണ് ഈ സ്ത്രീകളുടെ കുഴപ്പം, ചെറുതിനെ വലുതാക്കി പറയാം. നിങ്ങളിങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അത് വലുതാണ് എന്ന്, അത് ചെറുതാണ്. ഈ ചെറുതിനെയൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് അതിന്റെ ആവശ്യമില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ, അതിനെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും ഇത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിന്റെയൊക്കെ അപ്പുറത്താണ് ആ സത്യം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. എന്താണ്? ഹേ അർജുന, എല്ലാവരുടെയും ശരീരത്തിലെ ഈ ആത്മാവ്, ജീവാത്മാവ് നിത്യനാണ്. അത് അവധ്യ, വധിക്കപ്പെടാവുന്നവൻ അല്ല. സർവാണി ഭൂതാനി, എല്ലാ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ഇതാണ് അതിന്റെ നിയമം ഇതാണ് എന്നിരിക്കെ ത്വം ശോചിതും ന അർഹസി, നീ ദുഃഖിക്കാൻ അവകാശമില്ലാത്തതാണ്. പിന്നെ ധർമ്മം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സത്യമാണ്. ഈ സത്യം എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? കർമ്മം ചെയ്യണം. ഇതൊക്കെ അറിഞ്ഞിട്ട് ചിലരുണ്ട് ഈ കുറെ മൂഢ സങ്കല്പങ്ങൾ. എന്താ കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ കർമ്മം ഒട്ടലുണ്ടാക്കും, ബന്ധനമുണ്ടാക്കും, അതുകൊണ്ട് ഞാൻ ഇനി കർമ്മം ഒന്നും ചെയ്യുന്നില്ല. പലരും, എത്രയോ ആളുകൾ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിലൊക്കെ പോയി കൂടുന്നു. അതൊരു 50 വയസ്സിൽ അല്ലെങ്കിൽ 60 വയസ്സിലാണ് റിട്ടയർ ആവേണ്ടത്. അപ്പൊ ഒരു 50-55 ഒക്കെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ആശ്രമത്തിന് എഴുതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വലിയൊരു ത്യാഗിയാണ് എന്നൊക്കെ ഉള്ള ധാരണയിൽ പോകുന്നത് കാണാം. അപ്പൊ ആളുകൾ എന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പോയാൽ എന്തോ നേടാമെന്ന. ഇവിടെ പറയുന്നത് എവിടെയും ഉപേക്ഷിച്ചിട്ടോ എവിടെയും പോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ അന്വേഷണം സത്യമാണെങ്കിൽ അതിന് ഇത് ഉപേക്ഷിക്കുന്നത് കൊണ്ടോ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടോ ഒന്നും അതിനൊരു കുറച്ചിലും കൂടലും ഒന്നുമില്ല. അതുകൊണ്ടാണ് കവി യശോദരയെ കൊണ്ട് ചോദിപ്പിക്കുന്നത് സിദ്ധാർത്ഥനോട്, മകൻ രാഹുലൻ ഞാൻ യശോദര അങ്ങയുടെ സത്യസാക്ഷാത്കാരത്തിന് തടസ്സമാണോ? ആയിരിക്കുമായിരുന്നുവോ? ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങ് കണ്ടെത്തി എന്ന് പറയുന്ന സത്യം ഇവിടെ നിന്നാൽ കിട്ടില്ലായിരുന്നോ? അദ്ദേഹം ആരോടൊന്നും പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഉത്തരം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതൊരു സത്യത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല. ആ സത്യം എങ്ങനെയിരിക്കും എന്നല്ല ചോദിച്ചത്. യശോദര ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഭാര്യയെ ഉപേക്ഷിച്ചാൽ, മകനെ ഉപേക്ഷിച്ചാൽ, രാജ്യം ഉപേക്ഷിച്ചാൽ, അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ സത്യം കിട്ടുമോ എന്ന. അതെ, നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാൽ മാത്രമേ കിട്ടൂ എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അബദ്ധമാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിഷയമേ അല്ല. ഇവിടെ ഇത് കേൾക്കുമ്പം ഇതൊക്കെ മാറണം. ഇത് ആശ്രമത്തിൽ പോയി ഇരുന്നത് കൊണ്ട് കിട്ടുന്നതല്ല, ഏതു നേരം അമ്പലത്തിൽ പോയിരുന്നത് കൊണ്ട് കിട്ടുന്നതല്ല, രാവിലെ എണീറ്റ് കുളി ഇത്യാദി കാര്യങ്ങളൊന്നും ഇതിന് ബാധകമല്ല. സ്വാമി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും പറയുന്നത് നമുക്കിതൊക്കെ കഴിഞ്ഞ ചോദ്യങ്ങൾ ഇങ്ങനെ കിട്ടും. ഇതൊരു അന്വേഷണമാണ്, തീവ്രമായ അന്വേഷണം. ആ അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. തിരുമേനി പറഞ്ഞതുപോലെ മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കുക, അതൊരു മനസ്സിലാവില്ലാണ്. അതുകൊണ്ട് സ്വധർമ്മം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വധർമ്മത്തെ ചെയ്യുന്നതിന് പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ അതൊരു കിട്ടിയിട്ടുള്ളതാണ് നമുക്ക്. ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഭഗവാന്റെ. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനെയൊക്കെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നുമോ മതിയാക്കാൻ നിങ്ങളാരാ മതിയാക്കാൻ? നിങ്ങളെ മറ്റു പലർക്കും ആവശ്യമുണ്ട്. നമ്മളെ ആവശ്യമുള്ള മറ്റു പലരും ഉണ്ട്. നമ്മളെ ഈ പ്രകൃതിക്ക് ആവശ്യമുണ്ട്. പ്രകൃതിക്ക് എന്ന് ആവശ്യമില്ല എന്ന് തോന്നുന്നു അന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ മാറ്റും. അതിന് നിങ്ങൾ അധികമൊന്നും പ്രയത്നിക്കേണ്ട. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ബാത്റൂമിലേക്ക് നടന്നാൽ ധാരാളം. നിങ്ങളെ വീഴ്ത്തിയിടാൻ അറിയാം ആ പ്രകൃതിക്ക്. ഒന്നുമില്ല, ഒരു ബക്കറ്റ് എടുത്ത് ആ ചൂടുവെള്ളം എടുത്ത് അദ്ദേഹം അങ്ങോട്ടേക്ക്, ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് തരാമെന്ന്, വേണ്ടാന്നും പറഞ്ഞ് അങ്ങോട്ട് എടുത്തു വെച്ചതാ, വീണു.
മകൻ വന്നു കൊണ്ടുപോയി. ഞാനറിയോ ഇതേ കൊണ്ടുവരുന്നതേ ആളെ തന്നെയാണ് കൊണ്ടുവരുന്നത്. ആരോ പറഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു വെച്ചോളാൻ. അത് എത്രയേ ഉള്ളൂ, ഒരു ബക്കറ്റ് വെള്ളത്തിന് ധാരാളം. എന്തിന്? ഒരു പഴത്തൊലി ധാരാളം. നമ്മളെയൊക്കെ അടിമുടി മറച്ചിടാൻ ഒരു പഴത്തൊലി ധാരാളം. അതേ സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുള്ള പലരുമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരാവശ്യമില്ല, ഞാൻ ആർക്കും വേണ്ട. അങ്ങനെ പ്രകൃതിക്ക് തോന്നുന്ന സമയം നിങ്ങളെ മാറ്റും. അതുകൊണ്ടല്ലേ ചിലര് എത്ര വലിയ ദുരന്തത്തിൽ പോയിട്ട് പെട്ടുകഴിഞ്ഞാലും അവർ രക്ഷപ്പെടുന്നത്? അല്ലേ? ട്രെയിന് മൊത്തം പോയി വെള്ളത്തിൽ, അപ്പൊ കാണാ ഇവരിങ്ങനെ പൊങ്ങി വരുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ചിലതൊക്കെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കണ്ടിട്ട് നമ്മൾ പറയും ഇതിൽ ഒരൊറ്റ ആൾക്കും ജീവൻ ബാക്കിയുണ്ടാവില്ല. പക്ഷെ ആർക്കും ഒരു ബാൻഡേജ് പോലും ഒട്ടിക്കേണ്ടി വന്നിട്ടില്ല, അല്ലെ? അങ്ങനത്തെ കേസുണ്ടാവും. എന്നാൽ ചിലത് അങ്ങനെയല്ല. വെറുതെ ഒരു സൈക്കിളിൽ ഒരാൾ പോകുന്ന സമയത്ത് അയാളുടെ ഈ കൈക്കോട്ടില്ലേ, എന്താ പറയാ അങ്ങനെ, അല്ലേ? മൺവെട്ടി. ആ സാധനം ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിന്റെ വടി ഇവിടെ തട്ടിയതാണ്. പോയിട്ട് അയാളുടെ എവിടെയോ മർമ്മത്ത് കൊണ്ടു, അത്ര ആള് പോയി. അങ്ങനെയൊക്കെ മരിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ എത്ര ഇടിച്ചാലും മരിക്കില്ല. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാനുള്ള ചിന്തകൾ നമുക്ക് വേണ്ട. ശരീരം മതിയായി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ആ ചിന്തയൊക്കെ തന്നെ നമ്മളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ നീചമായ ചിന്തകളാ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈ മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? മകൻ, മരുമകള്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ, അമ്മ, ഭാര്യ, ഭർത്താവ്, ഇവരുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ജീവിതത്തെ തന്നെ ഞാൻ ഉപേക്ഷിക്കാൻ നിശ്ചയിക്കുമ്പോൾ ഞാൻ ഈ ശരീരത്തെയും ഞാൻ ഈ ലോകത്തെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തെയൊക്കെ ഞാൻ എങ്ങനെയാണ് വിലയിരുത്തിയത്? ഞാൻ എത്ര അജ്ഞനാണ്? ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരുത്ത്. ഞാനും ഈ വിശ്വവും, ഞാൻ ഈ വിശ്വത്തെ അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതിലെല്ലാവരും നമുക്ക് മിത്രങ്ങളൊക്കെ തന്നെയായിരിക്കും. നമ്മളിതല്ലാത്ത വിധത്തിലൊന്നും ഇങ്ങനെ അന്വേഷിച്ച് ആ വഴിക്കൊന്നും പോണ്ട. ഇതിലേക്കൊരു ശ്രദ്ധയെ നമ്മൾ അങ്ങോട്ട് കേന്ദ്രീകരിപ്പിക്കുക. ഗീതയിൽ പറയുന്നത് മാറ്റം ബാക്കി ഉണ്ടായിക്കോളും, നിങ്ങൾ അന്വേഷിക്കണ്ട. അപ്പൊ സ്വധർമ്മം എന്ന് പറയുമ്പം നമ്മൾ അതിനെ ചെയ്യേണ്ടതാണ്. നമുക്കെന്താണോ നമ്മുടെ കർമ്മഭൂമി, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ ഈ പുറത്തുള്ള കുറ്റം പറയൽ നിർത്തുക. നമ്മൾ വിനോബാജി പറയും, നമുക്ക് നമ്മുടെ മുറ്റം, നമ്മുടെ റൂം, നമ്മുടെ വീട്, ഇതൊക്കെ നമുക്ക് ആദ്യം വൃത്തിയാക്കാം. നമ്മൾ ഈ പൊതുസ്ഥലങ്ങളെ കുറിച്ച് എപ്പോഴും കുറ്റം പറയാറില്ല. KSRTC ബസ്, എന്തൊരു വൃത്തികേടാത്. അല്ലെങ്കിൽ അവിടുത്തെ ബസ് സ്റ്റാൻഡിനകത്തുള്ള മൂത്രപ്പുര, ബസ് സ്റ്റാൻഡിലെ മൂത്രം, ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് നമ്മൾ എല്ലാവരും പറയാറ്. ട്രെയിനിലെ ബാത്റൂം, എങ്ങനെയാ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുക? എന്നിട്ട് എല്ലാവരും ഇരുന്നിട്ടാ വരുന്നത്. നമ്മുടെ കണ്ടെത്തലാണ്. ഇത് സ്വാമിയുടെ ഗവേഷണമാണ്. ഈ ഗവേഷണം, ഈ ട്രെയിനിലെ ബാത്റൂം നന്നാവണമെങ്കിൽ, KSRTC, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള ഇടങ്ങളിലെ ഈ കുളിമുറികളും ഇതൊക്കെ നന്നാവണം എങ്കിൽ, അത് വളരെ വൃത്തിയായി ഇരിക്കണം എങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ബാത്റൂമുകളൊക്കെ വൃത്തിയായിട്ടിരിക്കണം. എന്നാൽ മാത്രം. ഇതതേ ശരിയല്ല. ഇത് KSRTCയേക്കാൾ കഷ്ടം. പലയിടത്തും നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു വിസിറ്റ് നടത്താറുണ്ട്. അപ്പോ ചില വീട്ടിലൊക്കെ ബാത്റൂമിൽ അവർക്കൊരു ഞെട്ടലാണ്. അയ്യോ, ഇനി അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ സ്വാമി കാണുക? അങ്ങനെയുണ്ട്. അപ്പൊ അവർ 1 മിനിറ്റ് എന്ന് പറയും. നമ്മളെ വളരെ തിരക്കായിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ അവരുടെ 1 മിനിറ്റൊന്നും അല്ല, 1 മിനിറ്റിലൊന്നും നിൽക്കില്ല. അത് ഒരു 10-15 മിനിറ്റ് എടുക്കും. ഒരു വീട്ടില് എന്ത് ചെയ്തു, നമ്മളൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞപ്പോ മോനെ വിളിച്ചിട്ട് പോയിട്ട് എന്റെ ആ സാധനം മേടിച്ചോണ്ടിരാൻ പറഞ്ഞു.
പുതിയ ബ്രഷും ഇതൊക്കെ, എന്നിട്ട് അവിടെ വിസ്തരിച്ച് കഴുകല. അല്ല, നമ്മുടെ കണ്ടീഷനൊന്ന് ആലോചിച്ചോ. അതെ, തറയിലൂടെ പോയിട്ട് അവരത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളത് വൃത്തിയായിട്ട്, നമ്മുടെ വീട്ടില് ഒരു 5-6 ആളുകളേ ഉള്ളൂ, 6-7 ആളുകളേ ഉള്ളൂ. അതിലൊരു പ്രത്യേക സ്ഥലത്ത് എവിടെയെങ്കിലും പരിചയമില്ലാത്തടത്ത് കാല് വെച്ചാൽ വീണുപോകും. അവിടെയൊക്കെ ഇങ്ങനെ കൊഴാന്നായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആദ്യം അത് വൃത്തിയാവട്ടെ. നമ്മുടെ വീട്ടിലത് വൃത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റതൊക്കെ, കാരണം നമ്മൾ ഈ ഒരു നിരന്തരം ശീലമുണ്ടല്ലോ, ഇത് കാരണം ദിവസം ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതല്ലേ, 2-3 പ്രാവശ്യം, ഇത് നമ്മുടെ ഒരു സംസ്കാരമായി മാറും. ഒരു ബാത്റൂമിൽ പോയാൽ എങ്ങനെ പോകണം, പോകുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കണം, കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണം. അപ്പൊ നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആദ്യം അത് ചെയ്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവിടെ വൃത്തിയായിട്ടിരിക്കും. ഇത് ഇവിടെ അങ്ങനെയാണ്, പിന്നെ അവിടെ അങ്ങനെ. പക്ഷെ അവിടെ കുറ്റം പറയാൻ പറ്റുള്ളൂ, ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സൗകര്യമായിട്ട്, പിന്നെ അതിന്റെ പ്ലാറ്റ്ഫോമും മറ്റു സ്ഥലങ്ങളും ഒക്കെ കിടക്കുന്നത്, വീടും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ വീടും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നവർക്ക് ഈ ലോകം തന്നെ വൃത്തിയായിട്ടേ കാണുള്ളൂ. അവർക്ക് വലിയ വിഷമാണ്. ഒരു പേപ്പർ പോലും ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇടാൻ അവർക്ക് മടിയാ. അവരത് പോക്കറ്റിൽ വയ്ക്കും. അങ്ങനെയുള്ളിടത്തേ അവരിടുള്ളൂ. ഇത് അങ്ങനെയൊന്നുമില്ല, അത് ഒറ്റ ഏറാണ്, എവിടെ വേണമെങ്കിലും. അപ്പൊ സ്വധർമ്മം എന്ന് പറയുമ്പം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നുമില്ലാത്ത ബ്രഹ്മാന്വേഷണമാണ്. സ്വധർമ്മം ച അപേക്ഷ, അതിനെ നോക്കിയിട്ടായാലും അതാലോചിച്ചിട്ടായാലും വികമ്പിതും ന അർഹസി, നിനക്ക് ഇളക്കമുണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയന് ഈ ധർമ്മയുദ്ധം, ധർമ്മത്തിലേക്ക് നയിക്കുന്ന ഈ യുദ്ധം ശ്രേയസ്കരമാണ്. അന്യത് ന വിദ്യതേ, മറ്റൊന്ന് ശ്രേയസ്സായിട്ട് ഭവിക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ട് തന്നെ നമ്മിലെ, അതായത് വിനോബാജി പറയും കർമ്മം എന്നത് കതറാണെന്ന്. കതർ കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിലേൽക്കുന്ന പാടുകൾ വേഗം തിരിച്ചറിയാൻ പറ്റും. അതായത് കർമ്മം എന്നത് നമ്മെ അറിയാനുള്ളതാണ്. അപ്പൊ കർമ്മത്തിലെ അപൂർണത, കർമ്മത്തിലെ വൈകല്യങ്ങൾ എന്നെ അറിയാൻ എനിക്ക് സഹായകമാണ്. അതുകൊണ്ട് ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, കർമാണി കുർവൻ ഏവ ജിജീവിഷേത് ശതം സമാഹ ഏവം ത്വയി നാന്യതേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ. നരനിൽ കർമ്മം പറ്റിപ്പിടിക്കുന്നില്ല. അവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. എത്ര കാലം? ശതം സമാഹ, 100 വർഷം. 100 വർഷേ, 100 വയസ്സായാലും ചെയ്യിപ്പിക്കണം എന്തെങ്കിലും. വെറുതെ ഇരുത്തരുത് ഒരാള്. ഉപനിഷത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പണിയെടുപ്പിക്കുക. ശതം സമാഹ കർമാണി കുർവന്നേവ. മാത്രമല്ല ഭഗവാൻ ഇവിടെ പറയുന്നു, യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. എന്തിനാ സ്വാമി ഇതിങ്ങനെ പറയുന്നത്? എടുത്തതാണ് ഇന്നലെ, ഒന്നുകൂടെ നിങ്ങളുടെ ഇന്നലെയിലേക്ക് കൊണ്ടുവരിക, നന്നായി ഒന്ന് ഉറക്കണം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എന്താ വരിക എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, എന്താണ്? സുഖാനുഭവങ്ങള്. ആ സുഖാനുഭവങ്ങളെ അനുഭവിക്കുന്നതിന് അത് അത് എന്താ പറയാ, അത് നമുക്ക് അനുകൂലമായി ഭവിക്കണമെങ്കിൽ ഏത് അനുഭവവും അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ കാമാദികളെ ഇല്ലാതെയാക്കണം. ഈ കാമനയാണ് അനുഭവത്തിന് പൂർണ്ണത നൽകാത്തത്. കാമനയോട് കൂടിയിട്ടാണ് നാം എല്ലാ അനുഭവങ്ങളുടെ പിറകെയും പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അനുഭവങ്ങളില്ല, കാമനകൾ മാത്രമേ ഉള്ളൂ. കാമനകൾ നമ്മെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. പിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അടുത്തതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടുന്നത് അതിന്റെ ലക്ഷണമാണ്. കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് രട്ടിയേറ, പിന്നെ അടുത്തത് വേണം, അല്ലേ? ഇത് കുട്ടിക്കാലത്തെ നമ്മൾ ചെയ്യുന്നു, ഇത് തന്നെയാ വലുതായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അർജുന, ഇത് നല്ലൊരു അവസരമാണ്. ഇത് അങ്ങോട്ട് പോകേണ്ടതല്ല, ഇതാ ഇങ്ങോട്ട്. ഇതിനെയാണ് രാമായണത്തില് രാമൻ ഒളിയമ്പ് ചെയ്തു എന്ന് പറയുന്നത്. മാറി നിന്ന് നോക്കലാണ് ഒളിയമ്പ്. മാറി നിന്ന് നോക്കിക്കാണുക എന്നിലെ കാമനയെ.
അതുകൊണ്ടാണ് ബാലി സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ബാലി കാമനയുടെ പ്രതീകമാണ്, സുഗ്രീവനോ കടിഞ്ഞാണ്, നിയന്ത്രണത്തിൻ്റെതുമാണ്. അപ്പൊ ഇത് തമ്മിലാണ് അടി നടക്കുന്നത്, ഘോരയുദ്ധം. ഒരാൾക്ക് മാറി നിന്ന് നോക്കി ഒരു പരസഹായം വേണം. ആ ബോധസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ, ശ്രീരാമന്റെ സഹായം ആവശ്യമാണ്. എന്നാലെന്താ, ഒരാൾക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് ഏതൊരാളാണോ, അതായത് ഒരിക്കലും ഒരാളെയും, ഇപ്പം സ്വാമിജി ചിന്മയാനന്ദ സ്വാമികൾ അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. രാമായണത്തെ സ്വാമിജി സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നുണ്ട്, ശ്രീരാമ തത്വം എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ കാമത്തിന്റെ പ്രതീകമാണ് ബാലി എന്ന് പറഞ്ഞിട്ട് ഒരു മദ്യം കഴിക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി മദ്യം അവിടെ മുൻപിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലി സുഗ്രീവ യുദ്ധമാണ്. അതെ. അപ്പോ ബാലി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾ എന്തൊക്കെ ചെയ്താലും അത് തന്നെ എന്ത് ചെയ്യും, ജയിക്കും. അയാൾ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാലും അത് വേണം എന്ന് തോന്നിപ്പിക്കും. എന്നിട്ട് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാം എന്നൊക്കെ തീരുമാനിക്കും. അതുകൊണ്ട് മാറി നിന്ന് നോക്കിയാലേ അതിനെ ഇല്ലാതെയാക്കാൻ പറ്റുള്ളൂ. ഞാൻ മാറി നിന്ന് നോക്കണം. മാറി നിന്ന് നോക്കുമ്പം എനിക്ക് രണ്ടുപേരെയും കാണാൻ പറ്റും, എന്നിലെ കാമനയെയും ആ വിഷയത്തോട് എനിക്കുള്ള ആ അഭിനിവേശത്തെയും. ഇപ്പം ഞാൻ അങ്ങനെയല്ല, അതിൽ പോയി വീണിരിക്കുക. അറിയാം. എല്ലാവർക്കും നമസ്കാരം. ബാലി സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ബാലി കാമനയുടെ പ്രതീകമാണ്, സുഗ്രീവനോ കടിഞ്ഞാണ്, നിയന്ത്രണത്തിൻ്റെതുമാണ്. അപ്പൊ ഇത് തമ്മിലാണ് അടി നടക്കുന്നത്, ഘോരയുദ്ധം. ഒരാൾക്ക് മാറി നിന്ന് നോക്കി ഒരു പരസഹായം വേണം. ആ ബോധസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ, ശ്രീരാമന്റെ സഹായം ആവശ്യമാണ്. എന്നാലെന്താ, ഒരാൾക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് ഏതൊരാളാണോ, അതായത് ഒരിക്കലും ഒരാളെയും, ഇപ്പം സ്വാമിജി ചിന്മയാനന്ദ സ്വാമികൾ അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. രാമായണത്തെ സ്വാമിജി സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്നുണ്ട്, ശ്രീരാമ തത്വം എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ കാമത്തിന്റെ പ്രതീകമാണ് ബാലി എന്ന് പറഞ്ഞിട്ട് ഒരു മദ്യം കഴിക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി മദ്യം അവിടെ മുൻപിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാലി സുഗ്രീവ യുദ്ധമാണ്. അതെ. അപ്പോ ബാലി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാൾ എന്തൊക്കെ ചെയ്താലും അത് തന്നെ എന്ത് ചെയ്യും, ജയിക്കും. അയാൾ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാലും അത് വേണം എന്ന് തോന്നിപ്പിക്കും. എന്നിട്ട് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാം എന്നൊക്കെ തീരുമാനിക്കും. അതുകൊണ്ട് മാറി നിന്ന് നോക്കിയാലേ അതിനെ ഇല്ലാതെയാക്കാൻ പറ്റുള്ളൂ. ഞാൻ മാറി നിന്ന് നോക്കണം. മാറി നിന്ന് നോക്കുമ്പം എനിക്ക് രണ്ടുപേരെയും കാണാൻ പറ്റും, എന്നിലെ കാമനയെയും ആ വിഷയത്തോട് എനിക്കുള്ള ആ അഭിനിവേശത്തെയും. ഇപ്പം ഞാൻ അങ്ങനെയല്ല, അതിൽ പോയി വീണിരിക്കുക. അതുകൊണ്ട് എനിക്ക് എന്നെ മാറി നിന്ന് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എതിർച്ചയാ വന്നു ചേർന്നിട്ടുള്ളതാണ് ഈ യുദ്ധം. മാറി നിന്ന് നോക്കുക, ഇല്ലാണ്ടാക്കുക. അങ്ങനെയാണെങ്കിലോ ഈ യുദ്ധം ക്ഷത്രിയന് സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നമുക്കൊക്കെ ക്ഷത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവൻ എന്നാണ്. ക്ഷതത്തിൽ നിന്ന് ത്രാണനം. ത്രാണം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. ഇനി അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തത സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇനിയും നീ ധർമ്മ്യം ഇമം സംഗ്രാമം ത്വം ന കരിഷ്യസി ചേത് തതഃ. ഈ യുദ്ധത്തിനൊരുങ്ങിയ ശേഷം ധർമ്മയോഗ്യമായിട്ടുള്ള ഈ യുദ്ധത്തെ ചെയ്യുന്നില്ല എങ്കിൽ നിനക്ക് എന്തു പറ്റും? സ്വധർമ്മം കീർത്തിംച്ച, സ്വധർമ്മത്തെയും കീർത്തിയെയും ഹിത്വ ഉപേക്ഷിച്ചിട്ട് പാപത്തെ ആശ്രയിക്കും എന്ന. ഇത് നമുക്ക് വന്നു ചേരാവുന്ന നമ്മുടെ ഒരു ഗതിയെ പറയുന്നതാണ്. ആത്മാന്വേഷണത്തിൽ നിന്ന് ആരാണോ പിന്തിരിയുന്നത് അവന് പതനമാണ് എന്നാണ്.
ആത്മാന്വേഷണത്തിൽ നിന്ന് പിന്തിരിയുന്നവന്. ഉപനിഷത്ത് അത് പറയുന്നുണ്ട്. ശങ്കരാചാര്യ സ്വാമികള്, കാരണം അർജുനൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞു, അതുപോലെ നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ഇനി വീട്ടിൽ വരാതിരുന്നാലോ കുഴപ്പമൊന്നുമില്ല, അത് വേറെ, പക്ഷേ രക്ഷപ്പെടാൻ പറ്റില്ല. ശങ്കരാചാര്യ സ്വാമികള് ഈശാവാസ്യ ഉപനിഷത്തില് ഒരു മന്ത്രമുണ്ട്. അതിതാണ്: അന്തം തമ പ്രവിശന്തി യേ അവിദ്യാം ഉപാസത്തെ തതോ ഭൂയ ഇവത്തെ തമോ യൗ വിദ്യായാം രതാഹ. അന്തം തമ പ്രവിശന്തി യേ അവിദ്യായാം, ആരാണോ അവിദ്യയെ ഉപാസിക്കുന്നത് അവർ ഇരുട്ടിലേക്ക് പോകുന്നു. ദുര്യോധനൻ ഇരുട്ടിലേക്കാണ് പോകുന്നത്. തതോ ഭൂയ ഇവത്തെ തമോ യൗ വിദ്യായാം രതാഹ. വിദ്യാമാർഗത്തിൽ ആരാണോ അവനും അതിലും കൂടിയ ഇരുട്ടിലേക്കില്ല. അപ്പൊ പിന്നെ ഏത് മാർഗത്തെ സ്വീകരിക്കും? അവിദ്യയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇരുട്ടില്, വിദ്യയെ സ്വീകരിച്ചാലോ അതിലും കൂടിയ ഇരുട്ടില്. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു യൗ വിദ്യായാം രതാഹ. ഏതൊരാളാണോ വിദ്യാമാർഗത്തില് രമിക്കുന്നത് അല്ലെങ്കിൽ ഭ്രമിക്കുന്നത്, അതറിഞ്ഞ് പിന്തിരിയുന്നത് എന്നാണ്. അതായത് വിദ്യ അവിദ്യ എന്ന് പറഞ്ഞാൽ രണ്ട് വഴികളാണ്. രണ്ടും അവിദ്യയുടെ കൈവഴികളാണ്. അവിദ്യ തന്നെ രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ്. ഒന്നിന് വിദ്യയെന്നും അവിദ്യയെന്നും. വഴി തന്നെ അവിദ്യയുടെയാണ്. അവിദ്യ രണ്ട് റോഡായതാ. ഒന്ന് MG റോഡ്, ആ റോഡ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. അതെന്താ സ്വാമി? അതായത് മുന്നേറും തോറും കടന്നു പിറകിലേക്ക് പോകുന്നതെല്ലാം അവിദ്യ, മുൻപിലേക്കുള്ളതെല്ലാം വിദ്യ. മുഴുവൻ കയറിക്കഴിഞ്ഞാലോ മുഴുവൻ അവിദ്യ. ഇങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ പറയുന്നു പുറംതിരിയല് പതനം. എന്തുകൊണ്ടെന്നാല് കാരണം കുറച്ചറിഞ്ഞു. ശങ്കരാചാര്യർ നല്ലൊരു ഉദാഹരണം പറയുന്നു. ഒരാള് മരത്തിന്റെ മുകളിൽ ഒരു നല്ല മാമ്പഴം കാണുന്നു. അത് ഫലമാണ്. ഈ ഫലത്തെ ചിന്തിച്ചുകൊണ്ട് ഓ നല്ല മാമ്പഴമാണല്ലോ എന്ന് കരുതി അദ്ദേഹം മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നു. ഇതാണ് അവിദ്യാമാർഗി. ഏതെങ്കിലും കാലത്ത് വീഴുവത്, ഏതെങ്കിലും കാലത്ത് മോക്ഷം കിട്ടും എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. എന്നെങ്കിലും മോക്ഷം കിട്ടും, ഭഗവാൻ മോക്ഷം തരാതിരിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരെന്നും ഇരുട്ടിൽ തന്നെയാണ് അവിദ്യ. വേറൊരാള് വന്നു കണ്ടു, എന്താ വേണ്ടത്? കയറണം, അറിവുണ്ട്. കയറി പകുതി വഴിയിലെത്തിയപ്പം കുറച്ചുകൂടെ ഉണ്ട് കയറാൻ. അവിടെ ഇരുന്നു ഒരു കാറ്റൊക്കെ വന്നപ്പോ ഉറങ്ങി. പിന്നെ ഒരു വീഴലാണ്. അയാൾ വീണു. വീണു കഴിഞ്ഞാലോ ആദ്യം ഇരുന്നവനെ പോലെയല്ല രണ്ടാമത് കയറിയവൻ വീണത്, അല്ലേ? തതോ ഭൂയ ഇവത്തെ തമോ, അതിനേക്കാൾ ഇരുട്ടിലേക്കാ വീണത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നു ഒരു 19 ദിവസമൊക്കെ കേട്ടു, എന്തൊക്കെയോ ചിലതുണ്ട് എന്നൊക്കെ അറിഞ്ഞു. ഇനി 20 ദിവസം മുഴുവൻ വീട്ടിലിരുന്നാൽ ചിലത് സംഭവിക്കും. ഈ മാവിന്റെ മുകളിൽ നിന്ന് വീണതുപോലെയാണ്. കാരണം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ഇത് ബാക്കി അറിയാതെ എന്താണ് ഇത് എന്ന്. കാരണം മുൻപിലേക്ക് കിടക്കല്ലേ ഒരു 16 അധ്യായം. എന്താ ഇപ്പൊ പറഞ്ഞത്? അതുകൊണ്ട് ചില ദിവസങ്ങളൊക്കെ നമുക്ക് മിസ്സാവുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. അതിതാണ്. അതുകൊണ്ട് ആരാണ് അതിൽ ഭ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അതിവർത്തിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അതിൽ നിന്ന് പിന്തിരിയൽ നമ്മെ സംബന്ധിച്ച്, മനുഷ്യരെ സംബന്ധിച്ച്, മനനം ചെയ്യേണ്ടുന്ന നമ്മെ സംബന്ധിച്ച് അത് പാപമാണ്, തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകും. നമ്മൾ ജനിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിച്ചേരുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, എന്താണ്? ത്വം പാപം അവാപ്സ്യസി എന്നറിഞ്ഞുള്ള. അതുകൊണ്ട് നാം ഇതിനെ അനുഭവപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. അതിന് ഒരു തടസ്സവും ആരും പറയുന്നില്ല. ഒരു തടസ്സവും ഒന്നും. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്ന് നിങ്ങളൊന്നും മാറ്റിവെക്കണ്ട. സ്വാമി വേണമെങ്കിൽ പറയും, കുറച്ചും കൂടെ കടന്നു പറയും. മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ അതുപോലും നിർത്തണ്ട. നിങ്ങൾ തുടരും. പക്ഷെ ഈ ഒരു ആത്മവിചാരം ഉണ്ടാവട്ടെ.
ഇതിന്റെ ആ ലഹരിയിൽ മറ്റേ ലഹരി നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്നുമല്ല എന്ന്. അങ്ങനെയാണല്ലോ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു കുടിയൻ വരുന്നത്. അങ്ങനെ കുടിയൻ വന്ന് നോക്കിയ സമയത്ത് അദ്ദേഹം പല ദിവസങ്ങളും വരും. വരുന്ന സമയത്തൊക്കെ മറ്റേ ആശ്രമത്തിൽ അവിടെയുള്ള ചിലർക്കൊക്കെ വിയോജിപ്പ് ഇദ്ദേഹം ഇങ്ങനെ വരുന്നതിൽ. അപ്പൊ രാമകൃഷ്ണദേവനോട് പറഞ്ഞു, ഗുരുദേവ അങ്ങനെ ഒരു ഇത് കഴിച്ചു വരുന്ന ഒരാളുണ്ട്, അവനെ എന്തിനാ ഇതിനകത്ത് കയറ്റുന്നത് എന്ന്. കാരണം ഇയാളുടെ മണം അടിച്ചിട്ട് മറ്റുള്ളവർക്ക് എന്നെ തല കറങ്ങും, അങ്ങനത്തെ ഒരു ആളാണ്. രാമകൃഷ്ണദേവൻ പറഞ്ഞു വന്നോട്ടെ പോട്ടെ എന്ന്. ഒരു ദിവസം ഇദ്ദേഹം വന്ന സമയത്ത് ഈ രാമകൃഷ്ണദേവനെ സമാധി അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുക എന്തോ ആണ്. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോ ഇതിങ്ങനെ വല്ലാത്തൊരു ഇരിപ്പാ. ഇതേതത് എന്ത് സംഭവം, ഏതായാലും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഏകദേശം ഒരു സമാനതയുണ്ട് അവരുടെ ഇരിപ്പില്. കുറെ കഴിഞ്ഞു അത് ഇദ്ദേഹം അന്വേഷിച്ചു, ഏതാ ഈ ബ്രാൻഡ്. മൂപ്പര് കേട്ടിട്ടുണ്ട് അത്ര പല ബ്രാൻഡുകളെ കുറിച്ച്. ഇദ്ദേഹം പോയി ചോദിച്ചുവല്ല ഏതാണ് എന്ന്. രാമകൃഷ്ണദേവന്റെ ആ ഒരു ഇതില് ഇദ്ദേഹത്തിന് മനസ്സിലായി ആളാകെ മാറിയെന്നാണ്. അതാണ് അത് പറയാൻ താല്പര്യം. കാരണം ഈ താൻ കൃത്രിമമായി തന്റെ ശരീരത്തെ, കാരണം തനിക്ക് അത് ദുഃഖം മറക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിൽ നിന്നൊക്കെ ഇന്ദ്രിയങ്ങളെ എവിടെയോ കൊണ്ടുപോയിട്ട് ശരണാഗതി പ്രാപിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്വബോധത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് പറ്റില്ല. സ്വബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ ലോകത്തെ കാണാൻ തന്നെ പേടിയാണ് പലർക്കും. അതുകൊണ്ടാണ് മദ്യത്തിന് അടിമപ്പെടുന്നത്. ഈ അടുത്ത് കേട്ടിട്ടുള്ള ഒരു തമാശ, ഒരാള് മദ്യക്കുപ്പിയായിട്ട് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു വേഗത്തിൽ ഗ്ലാസ് എടുക്കൂ, വെള്ളം എടുക്കൂ, വെള്ളവും ഗ്ലാസും കൊണ്ടുവരാം. അദ്ദേഹം ചോദിച്ചു, ആ സ്ത്രീ ചോദിച്ചു എന്തിനാ ഇത്രത്? ആ സീരിയൽ കാണാനാണ്, അതൊരു നോർമൽ ഇതിൽ കാണാൻ പറ്റില്ല എന്നാണ്. കാരണം അത് അടിച്ച് കാണുമ്പോഴേ അത്, കാരണം അല്ലാതെ കാണാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പലതും അങ്ങേയറ്റം യുക്തിക്ക് നിരക്കാത്തതാണ് പലത് കാണാൻ. അതുകൊണ്ട് മനസ്സിന് എവിടെയെങ്കിലും പോയിട്ട് വീഴണം. പക്ഷെ അതിനപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ നാം ശ്രമം നടത്താത്തതുകൊണ്ട് ഈ ബാഹ്യമായിട്ടുള്ള ഇത്തരം ലഹരികളിലൊക്കെ പോയി വീഴുന്നു. മനസ്സിനെ പഠിപ്പിക്കുക. ഇപ്പം മനസ്സെന്താണ് പഠിച്ചിട്ടുള്ളത്? പുറത്തേക്ക് നോക്കാൻ. എങ്ങനെയാണോ നാം പുറത്തേക്ക് ഇറങ്ങുന്നത് അതുപോലെ ഒരു അകത്തേക്കൊരു ഉൾവലിയലുണ്ട്. എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഉമ്മറവാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഉമ്മറവാതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ, എന്നിട്ട് നമ്മുടെ വ്യവഹാരത്തിലേക്ക് നമ്മൾ പോവല്ലേ. ഇതേ പ്രക്രിയയാണ് നമ്മുടെ നടക്കുന്നത്. രാവിലെ ആവുമ്പം ആദ്യത്തെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കണു, രാവിലെയായി എന്നറിയണു. പിന്നെ നമ്മളിങ്ങനെ പെട്ടെന്നൊരു പൂ വിടരുന്നത് പോലെയാണ് നാം ഈ പ്രപഞ്ചത്തിലേക്ക് വിടരുന്നത്. ശബ്ദസ്പർശരസ രൂപഗന്ധാദികളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ അങ്ങോട്ട്, ഇന്ദ്രിയവും നമ്മളും തമ്മിലുള്ള ഈ ഒരു പ്ലഗ് ഇങ്ങനെ കണക്ട് ചെയ്ത് സ്വിച്ച് ഇടുന്ന സമയത്ത് വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെയാണ് നമ്മുടെ ഉണർച്ച. ലോകത്തിലേക്ക് നാം ഈ കാണാൻ പറ്റാത്ത ഈ കറണ്ട് ഇങ്ങോട്ട് ബന്ധിപ്പിക്കുക, ലോകവും നമ്മയും തമ്മിൽ. അതൊരു വളരെ സാവകാശമുള്ളൊരു ഏർപ്പാടാണത്, വളരെ സാവകാശം. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് നമുക്ക് പെട്ടെന്നാണ് അനുഭവപ്പെടുന്നത്. അത് ഉള്ളിൽ സൂക്ഷ്മമായിട്ട് വളരെ സാവകാശത്തിലാണ്. അപ്പൊ ഈ ഒരു സാവകാശത്തിലുള്ള പ്രക്രിയ ഉൾവലിയലിന് വേണം. ഇപ്പൊ നമ്മളത് ചെയ്യുന്നത് അബോധപൂർവം നിദ്രയിലാണ്. അതുകൊണ്ട് ഈ നിദ്രയും മെഡിറ്റേഷനും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ധ്യാനയോഗത്തിൽ നമ്മളത് പറയും ആ സമയത്ത്. കാരണം നമ്മൾ അങ്ങനെയാണ് ഇതുവരെ ഇങ്ങനെ കണ്ണടച്ച് കുറെ കാലം വെറുതെ ഇരുന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും. ഇവിടെ തന്നെ സ്വാമി ഏതോ ഒരു ദിവസം ധ്യാന ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരമ്മ ആയിക്കഴിഞ്ഞു. അത് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ. നമ്മുടെ ധ്യാനവും കൂടി ആയപ്പോൾ വളരെ എളുപ്പമായി. അതെ, ഇതൊരു സത്യമാണ്. അയ്യോ സ്വാമി കണ്ടു തോന്നുന്നുണ്ട്. പറയില്ല. നമുക്ക് ഒറ്റ ഒരു അഭിപ്രായമേ ഉള്ളൂ, ഉറങ്ങുന്നവർക്ക് മറ്റുള്ളവരൊരു അസൗകര്യം ഉണ്ടാക്കരുത്, അവരെ ഉറങ്ങാൻ അനുവദിക്കണം എന്നുള്ളത്. ശരി, ശ്രദ്ധിക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സാവകാശം നമ്മൾ എടുത്താൽ, ഞാൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഈ ഒരു പരിപാടി ബോധപൂർവം ചെയ്താൽ അത് ധ്യാനമായി.
ധ്യാനമായി എന്ന് പറയാം. ഈ ഒരു ധ്യാനം ആവശ്യമാണ്. അത് ഉള്ളിലേക്കുള്ള ഒരു പോക്കാണ്. ഏത് ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് അറിഞ്ഞത്? അതേപോലെ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. നാരായണ ഗുരു ഉപനിഷത്തില് പരാഞ്ചികാനി വിതൃണത് സ്വയംഭു തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ചു. കണ്ണുകളെ ഉള്ളടക്കുന്നവൻ അതിനെ കണ്ടെത്തും. ഇത് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ഇത് നമുക്ക് സാധിക്കുന്നതാണ്. പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ അകത്തേക്ക് കയറാനും വളരെ എളുപ്പം. അതിന് വേറൊരു വാതിലൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് നമുക്കിത് സാധിക്കണം. ശ്രമിക്കുക. അത് സാധിച്ചിട്ടില്ല, അതിൽ നിന്ന് പിൻവലിയുന്നുവെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ യുദ്ധം. അതിൽ നിന്ന് നീ വിരമിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? പേരുദോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. പറയുന്നു ഭഗവാൻ ആ പേരുദോഷത്തെക്കുറിച്ച്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യതേ. അകീർത്തിം ച അപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച അകീർത്തിഃ മരണാദതിരിച്യതേ. മരണാത് അതിരിച്യതേ, മരണത്തേക്കാൾ കവിഞ്ഞതാകുന്നു. ഏത്? ഇതാ പറയുന്നു. അർജുന, നീ പാപത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞു നിർത്തിയിട്ട് ഭഗവാൻ പറയുന്നു. മാത്രമല്ല അപിച്ച ഭൂതാനി, ഭൂതാനി എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ളത്, ഇവിടെ ജനങ്ങള്, മറ്റുള്ളവര്, തേ അവ്യയാം, നിന്നെക്കുറിച്ച്, നിന്റെ അവ്യയാം, നിന്റെ ഒടുങ്ങാത്ത നശിക്കാത്ത നിന്നെ, ദുഷ്കീർത്തിം, ദുഷ്പേരിനെ, കഥയിഷ്യന്തി, പറഞ്ഞുകൊണ്ടിരിക്കും. അവര് പലതും പറയും. അത് മറ്റുള്ളവരൊക്കെ നമ്മെക്കുറിച്ച് പറയാ അങ്ങനെയാണ്. അപ്പൊ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ, നന്നായിട്ട് പറയണമെങ്കിൽ, ഉപനിഷത്തില് ഒരു മകൻ അച്ഛനോട് പറയുന്നുണ്ട്, അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ സസ്യമിവ മർത്യപശ്യതേ സസ്യമിവ ആജായതേ പുനഃ. അച്ഛാ, അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ. അച്ഛാ, പൂർവികന്മാര് അച്ഛന്റെ അച്ഛനും അച്ചാച്ചനും ഒക്കെ എങ്ങനെയാ ജീവിച്ചത് നോക്കും. ഇതാ മുൻപിലേക്കുള്ളവരെ നോക്കും. സസ്യമിവ ആജായതേ പുനഃ സസ്യമിവ മർത്യപശ്യതേ. സസ്യം എങ്ങനെ ജനിക്കണു, സസ്യം മരിച്ചു പോണു. ഇതുപോലെയാണോ അച്ഛ ഞാനും അച്ഛനും ഒക്കെ? അതായത് ഒരു മഴ പെയ്യുമ്പോഴേ ഈ തകരാന്ന് പറഞ്ഞ ചെടി ഉണ്ടല്ലോ അല്ലേ, അതങ്ങനെ ജനിക്കും. അതിന്റെ ദൗത്യം കഴിഞ്ഞാൽ അത് പോയി. അത്രയേ ഉള്ളൂ നമുക്ക്. അല്ല എന്ന് പറയാം എന്ന് മകൻ അച്ഛനെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് അച്ഛന്റെ അച്ഛനും അച്ചാച്ചനും ഒക്കെ ചെയ്തിട്ടുള്ള മഹത്തായ ഒരു പാതയുണ്ട്, ഒരു സംസ്കാരം നമുക്കുണ്ട്. അച്ഛന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു എന്താ, അവരാ സത്യമറിഞ്ഞവരാ. നമ്മുടെ ഭാരതത്തില് ഈ ഒരു സത്യദർശനം നടത്തിയിട്ടുള്ളവർ, അവരെയൊക്കെ ലോകം എന്നും സ്മരിക്കും. അവരൊക്കെ പ്രാതസ്മരണീയരാണ്. പ്രാതസ്മരണീയരായിട്ട് ഭാരതം സ്മരിച്ചിട്ടുള്ളത് വലിയ കോടീശ്വരന്മാരെ കുറിച്ചല്ല. ലോകം ഒരിടത്തും അങ്ങനെ കോടീശ്വരന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ ത്യാഗം എന്ന് പറയുമ്പം ഈ സത്യത്തെ അനുഭവിച്ച ആളുകളെ ലോകം എന്നും സ്മരിക്കും. നമ്മുടെ തന്നെ കുടുംബത്തില്, വീട്ടിലൊക്കെ ആരെങ്കിലും വളരെ എന്താ പറയാ ശാന്തരായി ഈ ഒരു സത്യം അറിയാൻ ശ്രമം നടത്തി ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നും അവരെ ഓർക്കില്ലേ? നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നാട്ടുകാർ ഓർക്കില്ലേ? അവരെക്കുറിച്ച് പറയും, നല്ലതേ പറയൂ. ആരും ഒരുപാട് സമ്പാദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പം ഒരുപാട് സമ്പാദ്യമായിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുറെ നല്ല വാക്കുകൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് പറയാൻ. ഒരാൾ മരിച്ചു കിടക്കുമ്പം അയാളെക്കുറിച്ച് ആരോ വന്നിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയപ്പം അമ്മ പെട്ടെന്ന് ഞെട്ടിയിട്ട് ചോദിച്ചു, മോനെ ഇത് അച്ഛൻ തന്നെയാണോ മരിച്ചു കിടക്കണമെന്ന്? എനിക്ക് സംശയമാവണമെന്ന്. കാരണം എന്താ, ഇങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ
നമുക്ക് അകീർത്തി സംഭവിക്കും. നമ്മെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ അകീർത്തി എന്താണ്? നാം ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കേണ്ടവരാണ്. അതിന്റെ സാധ്യതയെ പുറത്തു കൊണ്ടുവരേണ്ടവരാണ്. നമ്മൾ അത് ചെയ്യുന്നില്ല എങ്കിൽ ദുഷ്കീർത്തി, ദുഷ്പേരിനെ കഥയിഷ്യന്തി പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകൾ പലതും പറയോ, അയാള് വലിയ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നാട്ടിന് മുഴുവൻ ഒരു ഗുണമില്ല, ഒരു 10 പൈസയുടെ ഗുണം അയാൾക്കും ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയും. വെറുതെ കുറെ വീടുണ്ടാക്കി അത് ചെയ്തു ഇത് ചെയ്തു, എന്ത്? അത്രേ പറയും. സംഭാവിതസ്യ അകീർത്തി, സംഭാവിതസ്യ ഒരിക്കൽ സംഭവിച്ച, അല്ലെങ്കിൽ ഒരു സംഭാവിതസ്യ എന്ന് പറഞ്ഞാൽ ബഹുമാനിതന്, കീർത്തിമാനായ ഒരുവന് അകീർത്തി, ചീത്തപ്പേര്, മരണാതതിരിച്ചത്, മരണത്തെക്കാൾ അധികരിച്ചതാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു നല്ല പേരുണ്ട്. എന്താ നമ്മെ സംബന്ധിക്കുന്ന നല്ല പേര്? മനുഷ്യൻ എന്നത് തന്നെ. ജന്തൂനാം നരജന്മ ദുർലഭം പുരുഷൈവാവ സുഹൃതം എന്ന് നമ്മളെക്കുറിച്ച് വേദത്തില് ദേവന്മാര് പറഞ്ഞു അത്രേ. ഇവരൊക്കെ എത്ര സുഹൃതികളാണെന്ന് ദേവന്മാരങ്ങനെ പറഞ്ഞുവെങ്കിൽ അവർക്കൊക്കെ നമ്മളോട് അസൂയാണ്. എന്താ നമ്മൾ ഈ ഭൂമിയിൽ, ഇത്രയും സുന്ദരമായ ഭൂമിയിൽ ജീവൻ എന്ന മഹാപ്രതിഭാസത്തിന്റെ ഉടമകളായി അങ്ങനെ വിലസുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സാധ്യതയെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, നമ്മളൊക്കെ ചിലരെ കുറിച്ച് പറയാറില്ലേ, വിഡ്ഢി അല്ലേ എന്ന് പറയാറില്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ട് നടക്കുന്ന നടപ്പ് കണ്ടില്ലേ? എത്ര കാശ് എന്നറിയോ? പൂത്ത കാശ പോകുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ. എന്നിട്ട് ആ ഓട്ടോറിക്ഷക്കാരനോട് എന്താ പറയാ, കാശ് വില പേശുക, ഇതധികമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പറയും, ഈ ധനമൊക്കെ എന്തിനാ ഈ മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകാനാ എന്നൊക്കെ നമ്മൾ ചിലരെ നോക്കി പറയില്ലേ? നോക്കൂ, അയാൾക്കൊക്കെ ഇതിന്റെ വല്ല കുറവുണ്ടോ, എന്നിട്ട് അയാൾ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് മുകളിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് നമ്മളോട് പറയും. നമ്മളെ നോക്കിയിട്ട് ആളുകൾ ഇങ്ങനെ പറയും, കണ്ടോ, സ്വരൂപത്തെ അറിഞ്ഞ് ആനന്ദത്തെ അറിഞ്ഞ് ആനന്ദത്തോടു കൂടി ജീവിക്കേണ്ട ആനന്ദവല്ലിയാണ് ഇങ്ങനെ കരയുന്നത് ഇല്ലേ? അച്യുതാനന്ദനാണ് ഇങ്ങനെ വിലപിക്കുന്നത്. പറയും, നമ്മളിങ്ങനെയാ പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച്. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മളെക്കുറിച്ച് ആരോ പറയുന്നു. അപ്പൊ നമ്മളിതിന്റെ ഉടമകളാണ്, കുങ്കുമം ചുമക്കുന്ന കഴുതകളാണ് എന്ന് പറയും. രാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, കുങ്കുമം ചുമന്നു കൊണ്ടുപോവുക, പക്ഷെ കഴുതയ്ക്ക് അറിയില്ല പുറത്തിരിക്കുന്നത് കുങ്കുമമാണ് എന്ന്. ധനത്തിന്റെ മുകളിൽ ഇരുന്ന ഭിക്ഷക്കാരനെ കുറിച്ച് പറയാറുണ്ട്. എത്രയോ ഒരു ഭിക്ഷക്കാരൻ ഒരിക്കലും മരണപ്പെട്ടു എന്നാണ്. അയാളുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വിചാരിച്ചു, എന്നാ ഇരുന്നിടത്ത് തന്നെ കുഴിക്കാം, അവിടെ തന്നെ അടക്കാം. അവിടെ നോക്കിയപ്പം നിറയെ ധനമാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്ന കഥകളാണ്. നമ്മുടെ ഉള്ളിലുള്ള ധനം അത്രമാത്രം ഉണ്ട് എന്ന് പറയാം. അത് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ മരണപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ മരണപ്പെട്ടവരാ. ഉപനിഷത്തിൽ ഇവരെക്കുറിച്ച് എന്താ പറയുന്നതെന്നറിയോ? ആത്മഹന ജനാഹ എന്നാണ്. ആത്മഹത്യ ചെയ്തവർ, ആത്മാന്വേഷണം നടത്താത്തവരെയാണ് ഉപനിഷത്തിൽ ആത്മഹത്യ ചെയ്തവർ എന്ന് പറയുന്നത്. ആരാണോ ആത്മാന്വേഷണം നടത്താത്തത്, സ്വരൂപത്തെ അറിയാൻ ശ്രമിക്കാത്തവർ, അവർ ഈ കുലത്തിന് നാശം ഉണ്ടാക്കുന്നു, കുലത്തിന് ച്യുതി വരുത്തുന്നു. മനനം ചെയ്യാത്തതുകൊണ്ട് മനുകുലത്തിൽ പിറന്ന ഇവർ അകീർത്തിയെ ഉണ്ടാക്കുന്നു. ഇത് മരണത്തേക്കാൾ കവിഞ്ഞതാണ് എന്ന് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. തുടർന്ന് ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാദ്രണാദ് ഉപരതം വംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതഃ ഭൂത്വാ യാസ്യസി ലാഘവം. മഹാരഥാഃ, മഹാരഥന്മാർ, മറ്റുള്ളവര്, മഹാത്മാക്കള്, ത്വാം ഭയാദ്, നിന്നെ, ഭയാദ് പേടികൊണ്ട്, ഭയത്തിൽ നിന്ന്
രണാദ്, ഈ രണഭൂമിയിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന്, ഉപരതം മംസ്യന്തേ, ഉപരതം പിന്മാറിയവനായി മംസ്യന്തേ വിചാരിക്കും. അപ്പൊ നമ്മളൊക്കെ പേടിച്ചോടിയവരാ എന്ന് പറയും. പലരും അങ്ങനെയാണല്ലോ. ഭയം കൊണ്ടാണ് ഇതിലേക്ക് വരാത്തത്. സത്യം, ഭയന്നിട്ടാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പേടിയാണ്. എന്താ പേടി? നന്നായി പോവെന്നുള്ളൊരു പേടി, വേറെ ഒന്നുമല്ല. അയ്യോ നന്നാവാൻ. ഒരു അന്ധൻ ക്ഷേത്രത്തിന്റെ മുൻപിൽ എന്താ പറയാ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ. അപ്പോഴാണ് ആറാട്ട് കുളിച്ച് ദേവൻ വരുന്നത് എന്നാ. അപ്പൊ ആറാട്ട് കുളി കഴിഞ്ഞ ദേവനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സങ്കല്പം പൂർത്തീകരിക്കപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ആളുകളുടെ തിക്കും തിരക്കും ഒക്കെ ഒരു അനുഭവപ്പെട്ടപ്പോ ഈ അന്ധൻ ചോദിച്ചു, എന്താ ഇവിടെ എത്ര തിരക്കെന്ന്. അപ്പൊ പറഞ്ഞു, ആറാട്ട് കുളിച്ച് ഭഗവാൻ വരികയാണ്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, എന്താണോ വേണ്ടത് അത് കിട്ടും എന്ന്. ഇദ്ദേഹം അവിടുന്ന് ഓടിയെന്നാണ്. എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ കാണാത്ത ആള് വടിയൊക്കെ കുത്തിപ്പിടിച്ച് അവിടുന്ന് മാറി. അപ്പൊ ആരോ കൈപിടിച്ച് ചോദിച്ചു, എന്താ ഈ സമയത്ത് ഓടുന്നത്? നിന്ന് പ്രാർത്ഥിക്കൂ, കാഴ്ച വേണേന്ന്. പിന്നെ എനിക്ക് യാചിക്കാൻ പറ്റില്ല, അഥവാ കണ്ണ് കണ്ടാലോ. സത്യം പറഞ്ഞാൽ ഈ അന്ധനെ പോലെ നമുക്കൊരു ഭയമാണ്, നന്നായി പോയാലോ. നന്നായി പോയാൽ എന്തൊക്കെയോ എന്നിലുള്ള എനിക്ക് ആവശ്യമുള്ള കൊള്ളരുതായ്മകളിൽ നിന്ന് ഞാൻ അതിനെ അതിജീവിക്കുമെന്നും ഞാനൊരു മര്യാദാ പുരുഷോത്തമനായി പോകും എന്നൊക്കെ ഒരു ധാരണ. അത് അയ്യോ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളില് ഒരു മര്യാദക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഗതികൾ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? സ്വാമി പറയാം, അതികാലത്ത് എഴുന്നേൽക്കുന്നവൻ. എനിക്കങ്ങനെ എഴുന്നേക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ഗീതയ്ക്കൊക്കെ പോയ ആദ്യകാലത്ത് എഴുന്നേൽക്കേണ്ടി വരില്ലേ? അത്യാവശ്യം കളവൊക്കെ പറയുന്നവനാ ഞാൻ, കളവ് പറയാതിരിക്കേണ്ടി വരില്ലേ? പിന്നെ ഞാൻ ഈ പൊളിപ്പൻ സിനിമകളൊക്കെ കാണുന്നവനാ, തട്ടുകടയിൽ നിന്ന് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന എന്റെ സ്വൈര്യവിഹാരങ്ങളുണ്ട്, പല കർമ്മങ്ങളുമുണ്ട്. ഇതിൽ നിന്നൊക്കെ നിവർത്തിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് എന്റെ ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴാണോ ഇതിനൊന്നും സാധിക്കാതെ വരുന്നത്, ഒരു 65-70 ഞാൻ ഇതിലേക്ക് വരാം. അപ്പൊ സ്വാഭാവികമായി ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു ശമം വന്നിട്ടുണ്ടാവും. അതിലും ഇതിലും ഒന്നും ഓടണ്ട. ആ സമയത്ത് ആധ്യാത്മികത ബാലേബ വെറുതെ കാശ് പോകുന്ന ഏർപ്പാടാണ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ തമാശ. പക്ഷെ ഓർത്തു വയ്ക്കുന്നത് നല്ലതാ. ഒരിക്കൽ കൂടി മുത്തശ്ശിയെ ഗീതാജ്ഞാന യജ്ഞത്തിന് ശട്ടം കെട്ടി കൊണ്ടുവരുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ കേൾക്കാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടി പറഞ്ഞോട്ടെ. അപ്പൊ ഗീതാജ്ഞാന യജ്ഞം വന്നപ്പം വീട്ടിൽ മുത്തശ്ശിയെ കൊണ്ടാണ് ഈ വലിയ പ്രശ്നമാണ്. ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അന്വേഷിക്കും. അതാരാത്? കൊച്ചുമോൾക്ക് ഫോൺ വന്ന ആരുടെ ഫോണാ? അതെന്റെ ഫ്രണ്ടിന്റെ എന്ന് പറഞ്ഞാല് അവരെന്തിനാ വിളിച്ചത്? ഇങ്ങനെ അത് മുത്തശ്ശി, അത് ഞങ്ങൾ ക്ലാസ്സിലൊരു എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അത് സംശയം എന്തിനാ? ഞാൻ വരട്ടെ, അമ്മ വരട്ടെ, ഞാൻ പറയാം. ഏതു നേരം നീ ഫോണിലാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്ക് ഈ മുത്തശ്ശി വലിയ പ്രശ്നമാണ്. മകൻ ആര് വന്നു കഴിഞ്ഞാൽ എന്താണടാ എന്ന് പറഞ്ഞിട്ട് അവനോട് കുറെ. അപ്പൊ ഈ അമ്മയ്ക്ക് എന്താ നാമം ജപിച്ചിരുന്നൂടെ? നീ എങ്ങനെ എന്നെ നാമം ജപിക്കൊന്നും വേണ്ട എന്നൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉടക്ക. ഒരു കോഴി ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ചോദിക്കുക, അതെന്താ ഒരു ശബ്ദം? അതൊരു കോഴിയാ. ആ കോഴി എന്തിനാ ഇവിടെ ചാടിയത്? അതിനവിടെ ചാടിക്കൂടെ? അത് ഇങ്ങനെയാണ് സ്വഭാവം എന്ന് പറയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗീതാജ്ഞാന യജ്ഞം വന്നത്. എന്നാ ഒരാഴ്ച അവിടെ കൊണ്ടുപോയി ഇരുത്താം എന്ന് കരുതിയിട്ട്, എന്നാ ശരി മോനോട് പറഞ്ഞു, മോനെ അമ്മൂമ്മയ്ക്ക് ഇനിയുള്ള കാലം ഇതൊക്കെ കേൾക്കണം, കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. എന്നാ ശരി അവിടെ നിന്ന് പോയി കളയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് വരും. വന്ന് കൃത്യമായിട്ട് ഏറ്റവും മുൻപിൽ തന്നെ ഇരിക്കും. ഓം എന്ന് ധ്യാന ശ്ലോകം ചൊല്ലി കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും മുത്തശ്ശി ഉറങ്ങിയിട്ടുണ്ടാവും. ഏറ്റവും മുൻപിൽ ഇരുന്ന ഒരാൾ ഇങ്ങനെ ഉറങ്ങുമ്പം പറയുന്ന ഒരാൾക്ക് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമാണ്. കാരണം അവരെ തടസ്സപ്പെടുത്തണേ, അതുകൊണ്ടുള്ള വിഷമം. അപ്പൊ അടുത്ത് ഇരിക്കുന്നുണ്ട് ഒരാൾ, കുട്ടി. അപ്പൊ ഏതായാലും അന്നത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങിയാൽ ശരിയാവില്ല. അപ്പൊ അതിന് മുമ്പൊരു തമാശ എന്താന്ന് പറഞ്ഞാൽ, ഈ മുത്തശ്ശിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് അമ്മ പറഞ്ഞപ്പോ അമ്മയോട് അവൻ ചോദിച്ചു, എനിക്ക് എന്ത് തരും മുത്തശ്ശിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ?
അവസാനം ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ദിവസം 1 രൂപ തരാം നീ കൊണ്ടുപോകും. അപ്പൊ അവൻ ചോദിച്ചു എത്ര ദിവസം ഉണ്ട്? 7 ദിവസം. അപ്പൊ 7 രൂപ. അതെങ്ങനെയാ 7 രൂപ ഒരുമിച്ചാണോ അതോ ഓരോ ദിവസം ഓരോന്നാണോ? കാരണം അച്ഛന്റെ മകൻ തന്നെയാണ്. അവനെ പ്രത്യേകം ബിസിനസ് ഒന്നും ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ആ കരാറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. സ്വാമി പറഞ്ഞു, മോനെ മുത്തശ്ശി ഉറങ്ങിയാൽ ശരിയാവില്ല, അതുകൊണ്ട് മുത്തശ്ശിയെ ഉണർത്തണം എന്ന്. അപ്പൊ അവൻ ചോദിച്ചു, എന്ത് തരും സ്വാമി? ഉണർത്താം ഞാൻ, എന്ത് തരും? അതിനെന്താ വഴി? അതെ, വടി പിടിച്ചിട്ടാ മുത്തശ്ശി ഉറങ്ങുക, ഒരു സപ്പോർട്ട് വേണം, വടിയൊന്ന് കുലുക്കിയാൽ മതി. അപ്പൊ ഒരു കുലുക്കിന് 1 രൂപ. അങ്ങനെയുള്ള കരാറുകള് പിറ്റേ ദിവസം വന്നു. വളരെ സന്തോഷവാനായിട്ട് മുത്തശ്ശി ഇരിക്കുന്നു, ഉറങ്ങുന്നു, കുലുക്കുന്നു. മുത്തശ്ശി നോക്കുന്നുണ്ട്, അവനൊന്നും അറിയാത്തതുപോലെ പ്രഭാഷണം കേൾക്കുന്നു, ഉറങ്ങുമ്പോ കുലുക്കണു. അവൻ എണ്ണി വെക്കുന്നുണ്ട്, സ്വാമിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്രയായി. കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത്ര സ്വാമിക്ക് ഓർമ്മയുണ്ടല്ലോ? അതെ, ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം മുത്തശ്ശി ഉറങ്ങുന്നു, അവനൊന്നും ചെയ്യുന്നില്ല. എന്റെ മുത്തശ്ശിയെ അല്ല എന്ന ഭാവത്തിൽ ഗീതയിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ് ആള്. ഒരു മാറ്റവും കണ്ണുകൊണ്ടൊക്കെ കാണിച്ചു, പക്ഷെ അവനൊന്നും അറിയുന്നില്ല. ചോദിച്ചു എന്താണോ എന്ന്. പറഞ്ഞു, കുലുക്കാതിരുന്ന 2 രൂപ തരാന്ന് മുത്തശ്ശി പറഞ്ഞു. ഇത് വയസ്സുകാലത്ത് ഇങ്ങനെ കുറെ കാശ് ധനനഷ്ടം വരും. ആഫ്റ്റർ റിട്ടയർമെന്റ് ഇതിന് ശേഷം ഇത് പഠിക്കാം എന്നൊക്കെ കരുതിയാൽ നമുക്ക് നഷ്ടം. അങ്ങനെ കരുതുന്നു. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പ്രായം 60 കഴിയണം, അല്ലെങ്കിൽ 70 കഴിയണം, 90 കഴിയണം. പിന്നെ അതിന്റെ കേന്ദ്രം, താവളങ്ങള്, ക്ഷേത്രം, ആശ്രമം, ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളാണ്. വിവേകാനന്ദ സ്വാമികള് പറഞ്ഞിട്ടുള്ളത്, ഗുഹാമുഖങ്ങളിൽ നിന്നും ആശ്രമ കവാടങ്ങളിൽ നിന്നും ഞാൻ ഈ സത്യത്തെ തെരുവീതികളിൽ വാരി വിതറാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ആശ്രമങ്ങളിൽ നിന്നും ഈ ഗുഹകളിൽ നിന്നും ഇതിനെ എടുത്തിട്ട് തെരുവുകളിൽ ഞാൻ വാരി വിതറാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ധാരണകളൊക്കെ മാറണം. ഇത് എന്താ പറയാ, ഈ പ്രായത്തിന് ശേഷമാണോ ഇന്നാണ് എല്ലാം. അതുകൊണ്ട് നന്നായി പോയാൽ നന്നാവൂ എന്ന ഭയം വേണ്ട, ഭയക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായി എന്തെങ്കിലുമൊക്കെ നമ്മിൽ നിന്ന് നാം പോലും അറിയാതെ കൊഴിഞ്ഞു വീഴുന്നുവെങ്കിൽ വീഴട്ടെ. പക്ഷെ പലപ്പോഴും ആളുകളെ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചത്, നിങ്ങളുടെ ഈ ശീലം ശരിയല്ല, നിങ്ങൾ ഇപ്പം നിങ്ങളോട് തന്നെ പലരും, നിങ്ങൾ കേട്ടോളൂ, സ്വാമി ഇത് പറയുന്നത് സത്യമല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഈ ഇരിക്കുന്ന നിങ്ങളിൽ ആരോടെങ്കിലുമൊക്കെ ചിലപ്പം നിങ്ങളുടെ വീട്ടിലെ ഭാര്യയോ ഭർത്താവോ മക്കളോ അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നോക്കൂ നിങ്ങൾ ഈ ഗീതയൊക്കെ കേട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾ ഈ വലിയ ഗീതയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇതല്ലേ? കാരണം അവർ ധരിച്ചിരിക്കണു, ഗീത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശകാരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. നിങ്ങൾ ഏതു നേരം മകനെ വത്സ വരൂ അല്ലേ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഭർത്താവിനെ നിങ്ങൾ അങ്ങനെ വിളിക്കാവൂ, ആര്യപുത്ര എന്താ വേണ്ടത് അല്ലേ? നിങ്ങൾ അങ്ങനെയൊന്ന് വിളിച്ചു നോക്കാതെ ഒരു അരോചകമായിരിക്കും നമ്മളെ സംബന്ധിച്ച്. അത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഭാഗ്യവതികള്, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ. അല്ല, ഇതുവരെ വിളിച്ചത് വേറെ ഓരോന്നൊക്കെ ആയിരുന്നു, പെട്ടെന്ന് ചെന്നിട്ട് എന്താ ബുദ്ധിമുട്ടാണ്. അല്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നു ആളുകൾ. ഇതൊക്കെ ഇതിന്റെ കുഴപ്പം പിടിച്ച കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ ഒന്ന് പൊളിക്കാനുണ്ടല്ലോ, കുറച്ചൊന്നുമല്ല പാട്. സ്വാമിയുടെ ഉദ്ദേശം തന്നെ ഇതൊക്കെ പൊളിക്കലാണ്. ഗീതയുടെ സത്ത് അതിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ പൊളിയണം. ശങ്കരാചാര്യര് ഇതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഗരഥോവാ ഭോഗരഥോവാ സംഗരഥോവാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ആധ്യാത്മികതയുടെ അടിത്തറയാണത്. യോഗരഥഃ ഭോഗരഥഃ. യോഗിയാണോ നിങ്ങൾ? ആവട്ടെ. വാ എന്ന് പറഞ്ഞാൽ വാ എന്ന് തന്നെ, ആവട്ടെ എന്ന്. ഭോഗരഥഃ ഭൗതികതയുടെ
ഏറ്റവും ഉയർന്ന തലത്തിൽ വിരാജിക്കുന്നവൻ, ലോകത്തിലെ ഏത് നമ്പർ 1 സാധനം ഇറങ്ങിയാലും വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതിൻ്റെയൊക്കെ അങ്ങനെ അതിൽ വിരാജിക്കുന്ന ഒരാള് ഭോഗി, ഭോഗരഥ, അതിൽ രമിക്കുന്നവനാവട്ടെ. സംഗരഥ, അറ്റാച്ച്മെന്റ്, ഭാര്യയുടെ മക്കള്, അല്ല ഭാര്യ അങ്ങനെയല്ല, അതെ അവരുടെ ഇത് അവരുടെ വീട്ടുകാര്, അനിയത്തി ഇത്യാദി കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റത്തെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നവർ സംഗരഥ. സംഘവിഹീന, ഇതിലൊന്നും ഒരു സംഘവുമില്ല. ഇവരെ 4 പേരെയും ആചാര്യസ്വാമികൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ 4 കസേര കൊടുത്തിരുത്തിയിരിക്കുക. ആർക്കും ഒരു പ്രത്യേകതയും കൊടുത്തിട്ടില്ല. ഒരാള് യോഗി, ഒരാള് ഭോഗി, ഒരാള് സംഗരഥൻ, ഒരാള് സംഘവിഹീനൻ. എന്നിട്ട് അവനോട് പറയാണ്, യസ്യ ചിത്തം ബ്രഹ്മണി രമതേ. യസ്യ, യാതൊരുവന്റെ ചിത്തമാണോ മനോബുദ്ധികളാണോ ബ്രഹ്മണി രമതേ, സത്യമാർഗത്തിൽ രമിക്കുന്നത്, സത്യാന്വേഷണത്തിന് താത്പര്യം കാണിക്കുന്നത്, അതിനെ അറിയാനുള്ളൊരു ദാഹം ആരിലുണ്ടോ, നന്ദതി 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 ഏവ, അവൻ ആനന്ദിക്കുന്നു, അവൻ മാത്രം ആനന്ദിക്കുന്നു. അപ്പൊ ഞാൻ ഭോഗിയാണോ യോഗിയാണോ എന്നത് വിഷയമല്ല. അതുകൊണ്ട് നിങ്ങൾ ധരിച്ചേക്കരുത് കുറച്ച് ധനം ഉണ്ടായിപ്പോയി, അത് ആധ്യാത്മികതയ്ക്ക് തടസ്സമല്ല. പക്ഷെ ചില ദരിദ്രവാസികൾ അങ്ങനെ വിചാരിക്കുന്നു, ധനികന്മാർക്ക് ഒരിക്കലും കിട്ടില്ല ഇത്, ദാരിദ്ര്യം വന്നുപോയി, ദാരിദ്ര്യവാസികൾക്ക് കിട്ടില്ല, അതുകൊണ്ട് ഒരു മിഡിൽ ക്ലാസ്സിനാണ് എപ്പോഴും മോക്ഷം. അതും വേണ്ട. നിങ്ങൾക്ക് വന്നു ചേർന്നതൊക്കെ ഈ പ്രകൃതിയിൽ ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ പലതും കിട്ടും, പലതും നഷ്ടപ്പെടും. അത് ഈ പ്രകൃതി അങ്ങനെ ആളുകൾക്ക് കൊടുക്കുന്നത്. ചിലർക്ക് അധികം കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊടുക്കും, ചിലർ കൊടുത്തവരുടെ അടുത്ത് മേടിക്കും. കേട്ടിട്ടില്ലേ, ആശ്രമത്തില് ഗുരു സത്സംഗം കഴിഞ്ഞപ്പോ ശിഷ്യരോട് പറഞ്ഞു, ഇതാ ഈ പ്രസാദം കൊടുക്കാൻ പറഞ്ഞു. വളരെ സമർത്ഥനായ ശിഷ്യൻ ചോദിച്ചു, ഗുരു എങ്ങനെ കൊടുക്കണം, ഭഗവാൻ കൊടുക്കണ പോലെ കൊടുക്കണോ അതോ മനുഷ്യന്മാർ കൊടുക്കണ പോലെ കൊടുക്കണോ? ഗുരു അറിയാതെ പറഞ്ഞുപോയി, ഈശ്വരൻ കൊടുക്കണ പോലെ കൊടുക്കാൻ. ഇവൻ എന്ത് ചെയ്തു, ചിലർക്ക് കുറച്ച് അധികം കൊടുത്തു, ചിലർക്ക് തീരെ കുറച്ച് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല, ചിലരെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇല്ല പോയിക്കോളാൻ പറഞ്ഞു. കിട്ടിയവരോട് മേടിച്ചു, എന്നിട്ട് അവന് കൊടുത്തു. ചിലർക്ക് കഴിക്കാൻ പോകുമ്പോ തട്ടിയിട്ടു. ചുരുക്കി പറഞ്ഞ അവിടെ ഒരു അടി. പരാതി പറഞ്ഞു ആ ഗുരുവിന്റെ അടുത്ത് ചെന്ന്. ഗുരു അവിടെ ആകെ ബഹളമാണെന്ന്. ഗുരുവിനെ വിളിച്ചു, ദേഷ്യം കൊണ്ട് വിളിച്ചു. നിന്നോട് ഞാൻ എന്താ പറഞ്ഞു? ഞാൻ ഗുരുവിനോട് ചോദിച്ചില്ലേ, ഗുരുവിനോട് ഞാൻ ചോദിച്ചില്ലേ ഈശ്വരൻ കൊടുക്കണ പോലെ കൊടുക്കണോ മനുഷ്യന്മാര് കൊടുക്കണ പോലെ കൊടുക്കണമെന്ന്? അപ്പൊ ഗുരു പറഞ്ഞു ഈശ്വരൻ കൊടുക്കണം. ഞാൻ അങ്ങനെയാ ഗുരു ചെയ്തത്, ഈശ്വരൻ ഇങ്ങനെയല്ലേ കൊടുക്കണത്? ഗുരു പറഞ്ഞു, ശിഷ്യ ഇന്നു മുതൽ നീ ഗുരു, ഞാൻ ശിഷ്യൻ. അതെ, കാരണം ഇവൻ വളരെ പ്രാക്ടിക്കലാണ്. ഭഗവാൻ അങ്ങനെയാ കൊടുക്കണം. ചിലപ്പോ നമ്മളിങ്ങനെ കഴിക്കാൻ പോകുമ്പോ തട്ടിയിട്ട് കളയും, അല്ലേ? അങ്ങനെ. അപ്പൊ അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാ. അപ്പൊ യോഗിയാവട്ടെ, ഭോഗിയാവട്ടെ, സംഗരഥനാവട്ടെ, സംഘവിഹീനനാവട്ടെ, ആരോ ആവട്ടെ, നമ്മുടെ മനസ്സ് ഈ സത്യത്തെ അറിയാൻ ഒരു എന്താ പറയാ, ആ ജിജ്ഞാസ, ആ ഒരു ത്വര, അന്വേഷണ ത്വരയുണ്ടോ, അത് മാത്രം മതിയെന്ന. ബാക്കിയുള്ളതൊന്നും ഇതിനൊരു തടസ്സമേ അല്ല. സ്വാമി ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സ് എന്തൊക്കെയാന്ന് സ്വാമിക്ക് അറിയില്ല. അതിപ്പം നിങ്ങൾ ഇനി വിചാരിക്കേണ്ട പ്രകൃതി അനുസാരി, അതായത് പ്രകൃതി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇനി മേടിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു ആധ്യാത്മികവാദികൾക്ക് അങ്ങനെയുണ്ട്. വല്ലാതെ ഇതല്ലാത്ത പ്രകൃതിദത്തമായിട്ടുള്ളതൊക്കെ അങ്ങോട്ട് മേടിച്ചു കളയാം. ഞങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതേ ഉപയോഗിക്കൂ സ്വാമി. അതായത് ഞങ്ങളുടെ സോപ്പ് അങ്ങനത്തെയാണ്, ഞങ്ങൾ മുഖത്തിടുന്നത് അങ്ങനെ ഈ പ്യുവർ നാച്ചുറലായിട്ടുള്ളതാ. അതായത് കാരണം ആധ്യാത്മികവാദി ആയതുകൊണ്ട് അന്നൊരു വിഷയമല്ല. ഇതാണ് പ്രമാണം. എന്ത്? യോഗരഥോവാ ഭോഗരഥോവാ സംഗരഥോവാ സംഘവിഹീന. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച്, മറ്റു വസ്തുക്കളെക്കുറിച്ച് ഒന്നും വിഷയമല്ല. നിങ്ങളുടെ മനസ്സിന് ഈ പ്രപഞ്ചത്തിന്റെ ആധാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ സചേതനമാക്കുന്ന ആ ബോധസ്വരൂപനെ അറിയാൻ എനിക്കൊരു താത്പര്യമുണ്ടോ? ഇതേ ഉള്ളൂ ഇവിടെ ചോദ്യം. അതില്ലാത്തവനെ വിട്ടേക്കൂ, അവന്റെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ആത്മഹനജനാഹ, ആത്മഹത്യ ചെയ്തവർ. അപ്പൊ ഭയാദ്രണാതുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഹ യേഷാം ചത്വം ബഹുമതഃ ഭൂത്വ യാസ്യസി ലാഘവം.
ഭയാത് രണാതുപരതം, ഭയം കൊണ്ട്, ഭയം ഹേതുവായി ഇതിൽ നിന്ന് ഓടിയവരാണ്. നമ്മളും ഇത്തരത്തിലാണ് ഓടുന്നത്, ഭയപ്പെട്ടിട്ട്. നന്നാവും എന്ന ഭയം. പലരും ഈ വഴിക്ക് വരാത്തതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ വളരെ വളരെ വിളിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നു, നീ നന്നാവൂ ആദ്യം. കാരണം ഗീത കേട്ടാൽ നന്നാവും. അത് തെറ്റാണത്. നിങ്ങൾ ഓൾറെഡി നല്ലവരാണ്. ആരാ പറഞ്ഞത് മോശമാണെന്ന്? പീപ്പിൾ ആർ ഓക്കെ. ഇതാണ് ഭഗവത്ഗീതയുടെ അടിസ്ഥാന പ്രമാണം. പീപ്പിൾ ആർ ഡിഫറന്റ്, പീപ്പിൾ ആർ തിങ്കിങ്. എല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാവരും ശരിയാണ്, എല്ലാവരും ചിന്തിക്കുന്നവരുമാണ്. ആരും മോശക്കാരല്ല എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ തെറ്റാ. നീ ആദ്യം നന്നാവൂ, അതൊക്കെ വിടുക. അതുകൊണ്ട് ഈ ഭയം നമുക്ക് പാടില്ല. ഇപ്പൊ ആധ്യാത്മികതയുടെ ഭയം ഇതാണ് സമൂഹത്തിൽ. അവിടെ നന്നാവൂ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് അമ്മമാര് പറയുന്നത് എന്താ? കുട്ടികളെ നന്നാക്കാൻ സ്വാമിമാരെ എടുത്ത് കൊണ്ടുവരുന്നു. നോക്കൂ, ഇല്ലേ? സ്വാമി ഇവനെ ഒന്ന് നന്നാക്കിയെടുക്കണം. അപ്പൊ അവൻ നോക്കുക, സ്വാമി ഒരു നന്നാക്കുന്ന ഒരാള് വന്നിരിക്കും. ഇയാൾ ഏതാണ്? അല്ലേ? അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവും, കണ്ട ഉടനെ നമസ്കരിക്കണം. അവ പറഞ്ഞിട്ടുണ്ടാവും, അതിന് മാത്രം പറ്റില്ല. അപ്പൊ ഇവർക്കൊരു വല്ലാത്തൊരു വിഷമാണ്. ഈ കുട്ടി ഇങ്ങോട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ സ്വാമി എന്ത് വിചാരിക്കും ഞങ്ങളെക്കുറിച്ച്? ഒരു സംസ്കാരം ഇല്ലാത്തവരെന്ന് വിചാരിക്കില്ലേ? അങ്ങനെ വിചാരിക്കുന്ന സ്വാമിക്കാണ് സംസ്കാരമില്ലാത്തത്. അങ്ങനെ വല്ല സ്വാമിയും കരുതുന്നുവെങ്കിൽ അവരൊന്നും ഇതിന് യോഗ്യരല്ല എന്നുള്ളത് തന്നെയാണ്. ശാസ്ത്രം പ്രമാണമാണ് അതിനൊക്കെ. അതുകൊണ്ടാണ് ചിന്മയാനന്ദ സ്വാമികൾ തലയിൽ അവന്റെ തലയിലൊന്ന് കൈവച്ച് അനുഗ്രഹിക്കാൻ പറഞ്ഞപ്പം അവന്റെ തലയിലെ എണ്ണ എന്റെ കയ്യിലാവുന്നല്ലാതെ അമ്മേ, അതുകൊണ്ട് എന്താ വിശേഷം? അങ്ങനെ ഒരു അനുഗ്രഹശക്തി ഉണ്ട്. ഞാനിത് എന്റെ തലയിൽ തന്നെ ഏതു നേരം വെക്കില്ല. ചിലപ്പോ നമുക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു വിഷമാണ്. ഈ വേണ്ടാത്ത കുറെ ചിന്തകളുണ്ട് നമുക്ക്, അനാവശ്യം. ഇതൊക്കെ ഭയമാണ്. ഇതൊക്കെ ഇതിൽ നിന്ന് ഒളിച്ചോടല്ല. ഇപ്പൊ നമുക്കറിയാം, കുട്ടിക്കാലത്തൊക്കെ ഈ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്നാല് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും, ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇവര് വരുന്നു എന്നറിഞ്ഞിട്ട് മേടിച്ചു വെക്കുമ്പോ ഈ ടിന്നിലിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആകാംക്ഷയാണിത്. ഇത് എപ്പോഴാണ് ഇത് പുറത്തേക്ക് എടുക്കുക എന്നൊക്കെ. അതങ്ങനെ കൊടുത്ത് അവരങ്ങനെ അത് കഴിക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ നോട്ടൊക്കെ ഒഴിവാക്കാൻ എന്ത് വേണം? ആദ്യം കുറച്ച് തന്നാ മതി. അത് ഇവര് ചെയ്യൂല. എന്നിട്ട് അവര് നമ്മളെങ്ങനെ വിളിക്കും. വിളിക്കേണ്ട താമസം എന്താ? പരുന്തിനെ പോലെ വരും, എടുത്ത് പോവും. അപ്പൊ അവർക്ക് വല്ലാത്തൊരു വിഷമാണ്. ഈ കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യ? ഇങ്ങനെയൊക്കെ എന്റെ വയറ്റിൽ പിറന്നുപോയല്ലോ. അവര് പോയി കഴിഞ്ഞാൽ 2 എണ്ണം അങ്ങോട്ട് തീരും. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ലഡു വായിലേക്ക് അങ്ങോട്ട് തരും. കഴിച്ചോ? പിന്നെ ആ ലഡുവിന് എന്ത് സ്വാദാ ഉണ്ടാവും? ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനത് എടുത്ത് ഒരൊറ്റ ഏറ് കഴിക്കൊന്നുമില്ല. അപ്പൊ കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, നമ്മുടെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം, ചെറിയ കുട്ടികൾ നമ്മുടെയൊക്കെ അടുത്ത് വന്നിരുന്ന അവര് കാലുകൊണ്ട് ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടും. സ്വാമിയെ ചവിട്ടും. ചെറിയ കുട്ടിയാണത്. കുട്ടിയുടെ കാലൊക്കെ ഇങ്ങനെ അത് കുട്ടികൾ അപ്പോഴേക്കും ഉടനെ ചവിട്ടല്ല മോനെ സ്വാമിയെ, തൊട്ട് തലയിൽ വെക്കൂ സ്വാമി അരിയോം പറയൂ. കുട്ടികളെ ശരിക്കും വലിയ കത്തി എടുത്ത് കുത്തുക നമുക്ക് വല്ലാത്ത വിഷമം ആ സമയത്തൊക്കെ. ഈ കുട്ടി അപ്പൊ തന്നെ നോക്കും, ഇത് ഏത് വിചിത്ര ജീവിയാണ്, ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചൊക്കെ. ഇപ്പൊ കുട്ടിയുടെ കാലം അഥവാ അങ്ങനെ വല്ല സ്വാമിയാര് കരുതുന്നുവെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സമ്പർക്കം വെക്കാതിരിക്കുക. നിങ്ങൾക്കും കൂടെ കുറച്ച് നല്ലതാ അതൊക്കെ. കുട്ടികളുടെ അങ്ങനെയുള്ള പ്രവൃത്തികളിലൊന്നും നമ്മൾ ഇടപെടുകയും ചെയ്യരുത്. കുട്ടികൾ വളരുകയാണ്. അവരുടെ കൈയും കാലും ഒക്കെ എടുത്തടിക്കാനും പിടിച്ചു വലിക്കാനും പോക്കറ്റിൽ കൈയിടാനും. ഇപ്പൊ പോക്കറ്റ് കൈയിട്ട് എന്തെങ്കിലും അയ്യോ മോനെ അത് വെക്കുക, അതില് അത് ഈ ഇടുന്ന വിദ്വാൻ അറിയില്ലേ അത് മേടിച്ചു വെക്കണം എന്നൊക്കെ. ചിലപ്പോ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മേടിക്കുന്ന ചില വിദ്വാന്മാര്. അതുകൊണ്ട് ഇതൊക്കെ നമ്മെ സംബന്ധിക്കുന്ന അജ്ഞാനങ്ങളാണ്. ഈ വിഷയത്തിൽ വരുമ്പോഴോ അത് അതിനേക്കാൾ ഭയത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ്. ഇങ്ങനെ ഒരുപാട് സങ്കേതങ്ങളുണ്ട്. അവര് കരുതും നിന്നെക്കുറിച്ച് യേശാം ആർക്കൊക്കെയാണോ ബഹുമതഃ
ബഹുമാനിതരായി നാം ഭവിച്ചത് തേഷാം അവരുടെ ലാഘവം യാസ്യസി, അവരൊക്കെ നിന്നെ നിസാരന്മാരായിട്ട് കരുതും. നമ്മളെക്കുറിച്ച് ആർക്കൊക്കെ നമ്മൾ ബഹുമാനിതരായിരുന്നുവോ, ഈ പ്രപഞ്ചത്തിൽ പലരും നമ്മളെ നോക്കിയിട്ടുള്ളത് ഗംഭീരം എന്ന് കരുതിയിട്ട, ഒന്നുമല്ല എന്ന് കരുതും. ആ പ്രപഞ്ചത്തിലെ പലതും ഒരു സമുദ്രത്തിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത്, പർവ്വതത്തിന്റെ അടുത്ത് പോകുന്ന സമയത്ത്, കാരണം അവർ നമ്മൾ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാണ്. അവരൊക്കെ ഇവൻ നിസ്സാരൻ എന്ന് കരുതും. അവർക്കൊക്കെ നാം അപരിചിതരാവും, ഋതുക്കൾക്ക് നാം അപരിചിതരാവും. നമ്മൾ ഈ ഖലീൽ ജിബ്രാൻ പറയുന്ന ഈ ഘോഷയാത്രയിൽ വേറിട്ട് നടക്കുന്നവനാവും. ഒരു വലിയ ഘോഷയാത്ര പോകുന്ന സമയത്ത് ഒരാൾ വേറെ നടക്കുമ്പോൾ എങ്ങനെയുണ്ടാവും? അതുപോലെ നാം വേറിട്ടവരാവും, പ്രകൃതിക്ക് നാം അന്യരാവും. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ചേർന്നു പോവാൻ നീ ധൈര്യം കാണിക്കൂ അർജുന. ഭഗവാൻ ഇനി സാങ്ക്യം കഴിഞ്ഞ് അതിന്റെ കർമ്മയോഗത്തെ വിശദീകരിക്കുന്നു. നമുക്ക് നാളെ കാണാം. യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന പക്ഷം അർജുന, നിന്നെ മറ്റുള്ളവര് നിന്നെ പരിഹസിക്കും. അങ്ങനെ നിനക്ക് അകീർത്തി സമ്പാദിക്കേണ്ടി വരും എന്ന് ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ തത്വവിചാരത്തിലൂടെ നമ്മെ തന്നെയാണ് നമ്മെ അറിയാതെ ഈ ലോകം വിട്ടു പോകുന്നുവെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോന്നും നമ്മെ നോക്കി പരിഹസിക്കുന്ന, ഇത് എതിർച്ചയാ വന്നു ചേർന്നിട്ടുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ഈ ഒരു യുദ്ധം, ധർമ്മയുദ്ധം എന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിനെ ഇത്തരത്തിലുള്ള ധർമ്മയുദ്ധം നിന്നെ ഈ സത്യത്തെ അറിയാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നീ എന്തു വേണം? ഈ യുദ്ധത്തിനായിട്ട് തയ്യാറാവണം. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേവ്യയാം സംഭാവിതസ്യ ചാകീർത്തി മരണാദതിരിച്ചതേ. അത് മരണത്തേക്കാൾ ഭയമുള്ളതാകുന്നു. മാത്രമല്ല അവര് നിന്നെ ഭയത്തിൽ നിന്ന് പിന്മാറിയവൻ എന്ന് കരുതുകയും ചെയ്യും. ആണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. നമുക്കിതിലേക്ക് വരാനുള്ള ഭയം പറയാം. ആ ഭയം ഹേതുവായിട്ട് നാം ഇതിൽ നിന്ന് പിന്മാറുന്നു. അതിന്റെയും സൂചന ഭഗവാൻ നൽകുന്നു. ഭയം കൊണ്ട് ഈ ആധ്യാത്മികതയിൽ നിന്ന് അല്ലെങ്കിൽ സ്വരൂപത്തെ അറിയുന്നതിൽ നിന്ന് നാം പിന്മാറാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് മുന്നിലേക്ക് എത്ര അടി വെച്ചുവോ അത്രയും ഈ കാര്യത്തിൽ അത് മുന്നോട്ടുള്ള പോക്കാണ്. അതുകൊണ്ട് പിറകിലേക്ക് പുറംതിരിയൽ പതനമാണ്, അത് മരണമാണ് ഗീത പറയുന്നു. അതുകൊണ്ട് മുന്നോട്ട് എന്ന് പറയാം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം യുകിം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകിം. ഭഗവാൻ അർജുനോട് ഒരു ചോദ്യം ചോദിക്കുക. അല്ലയോ അർജുന, തവ അഹിതാഹ, നിന്റെ ശത്രുക്കൾ ആരാണ്? നിന്റെ ശത്രുക്കൾ ഭഗവാൻ ഇനി പരിചയപ്പെടുത്തുന്നുണ്ട്. ആരൊക്കെയാണ് നിന്റെ ശത്രുക്കൾ എന്നുള്ളത്. തവ സാമർത്ഥ്യം, നിന്റെ സാമർത്ഥ്യത്തെ നിന്ദന്തഹ, അവർ നിന്ദിക്കുന്നവരാകുന്നു. അവർ സ്വയം പറയും നീ കഴിവുകെട്ടവനാണ് എന്ന്. നമ്മുടെ ശത്രുക്കൾ, നമുക്ക് ബാഹ്യമായിട്ട് ശത്രുക്കളുണ്ടെങ്കിലും ആന്തരികമായിട്ട് ശത്രുക്കളുണ്ടെങ്കിലും അവര് നമ്മളെ നോക്കി പറയും ഇവൻ കഴിവുകെട്ടവനാണ് എന്ന്. മാത്രമല്ല ബഹൂൻ അവാച്യവാദാൻ, ബഹൂൻ എന്ന് പറഞ്ഞാൽ അനേകം, അവാച്യവാദാൻ എന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളില്ലാത്ത വാക്കുകൾ, പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ നമ്മളെക്കുറിച്ച് അവര് വദിഷ്യന്തി പറയുകയും ചെയ്യും. തതഹ, അത് ദുഃഖതരം നുക്കിം, അത് നിനക്ക് ദുഃഖത്തെ ഉണ്ടാക്കില്ലേ? നമ്മളോട് ചോദിക്കുക, നമ്മളെക്കുറിച്ച് ഒരാൾ ഇല്ലാത്തത് പറഞ്ഞു പരത്തിയാൽ അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും ഇല്ലേ? അപ്പൊ ഈ ആശ്രമത്തിൽ സ്വാമിയാവാൻ ചേരും. ഒരിക്കൽ ആശ്രമത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്വാമിയാവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞാലുണ്ടല്ലോ
ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നാട്ടുകാരും വീട്ടുകാരും ഒന്നും അടുപ്പിക്കില്ല. അതുകൊണ്ട് സ്വാമിയായേ മതിയാവും. അങ്ങനെ പലർക്കും ഇതുണ്ട്. കാരണം ഇറങ്ങിത്തിരിച്ചു, ഒന്നും ആവാൻ പറ്റില്ല. തിരിച്ചുള്ള വരവ് വലിയ വിഷമം പിടിച്ചതാണ്. പിന്നെ ചോദിക്കും ഓരോരുത്തരും, എന്താ അപ്പോഴേ പറഞ്ഞില്ലേ പോണ്ടാന്ന്. അപ്പൊ നമുക്കും ഉണ്ടാവും ആധ്യാത്മികതയിൽ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് ഈ സത്യം ഇതിൽ നിന്ന് നാം മറ്റു പല കാരണങ്ങളെ കൊണ്ട് പിൻവാങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നമ്മളെ പരിഹസിക്കുന്നു പറയാം. ഈ ഭൂമണ്ഡലത്തിൽ ആരെങ്കിലും ഇത് സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതറിയും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇതിൽ മുൻപിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളൊക്കെ കാത്തിരിക്കുകയാണ് നമ്മുടെ സാമർത്ഥ്യത്തെ വിമർശിക്കാനായിട്ട്. അപ്പോൾ വിമർശകന്മാർ ഈ ഭാഗത്ത് ഒരുപാടുണ്ട് അർജുന. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മുൻപിലേക്ക് പോയാലും ഇത് ഞാൻ നിന്നോട് ചോദിക്കണു, നിനക്ക് ദുഃഖത്തെ തരുന്നതല്ലേ ഇത്തരത്തിലുള്ള പിന്മാറ്റം? അതുകൊണ്ട് അർജുന, നീ എന്താണ് വേണ്ടത്? ഭഗവാന്റെ തീരുമാനം പറയുന്നു. നോക്കാം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ചിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹേ കൗന്തേയ, അല്ലയോ കുന്തിപുത്ര അർജുന, ഹതഃ വാ, ഹതഃ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടാലോ, ഇനി കൊല്ലപ്പെട്ടു എങ്കിൽ സ്വർഗം പ്രാപ്സ്യസി, നീ സ്വർഗലോകത്തെ പ്രാപിക്കും. സ്വർഗലോകത്തെ പ്രാപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്വർഗം എന്നത് ഭഗവാൻ തന്നെ ഇനി മുൻപിലേക്ക് വരുമ്പോൾ നിഷേധിക്കുന്നുണ്ട് സ്വർഗത്തെ. തൽക്കാലം അർജുനനോട് പറയുന്നു, അതായത് നിനക്ക് ഒരു പ്രാപ്യമായ ഒരു സ്ഥാനം നിനക്ക് ഈ വിഷയത്തിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിനക്കിതിൽ നഷ്ടമില്ല. സ്വർഗത്തെ നീ പ്രാപിക്കുന്നു. ജിത്വാവ, ജയിക്കുന്നുവെങ്കിൽ മഹീം ഭോക്ഷ്യസേ, ഈ ഭൂമിയെ നീ അനുഭവിക്കുന്നു. ഇതിൽ മരണപ്പെട്ടാൽ നിനക്ക് സ്വർഗവും, ജയിച്ചാൽ നിനക്ക് ഭൂമിയുടെ അവകാശവും. അതുകൊണ്ട് തസ്മാത്, ആയതുകൊണ്ട് യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ, യുദ്ധത്തിനായി നിശ്ചയിച്ചുറപ്പിച്ച് എഴുന്നേറ്റാലും എന്ന് പറയാം. ഇവിടെ ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ ഒരു വൈരുദ്ധ്യ സ്വഭാവത്തെ സൃഷ്ടിക്കുന്ന ശ്ലോകങ്ങളാണ്. കാരണം ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് അർജുനനോട് പറയുന്നു, തസ്മാത് ഉത്തിഷ്ഠ, അതുകൊണ്ട് എഴുന്നേൽക്കൂ, യുദ്ധായ കൃത നിശ്ചയ, യുദ്ധത്തിനായിട്ട് എഴുന്നേറ്റാലും. ഇതിൽ നമ്മൾ നന്നായി മനസ്സിലാക്കണം, ഒരു സമാധാനപ്രിയൻ, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ എന്താണ് ഈ സമാധാനി, അതായത് ഭഗവാന്റെ ഒരു നിലവാരത്തിൽ നിലകൊള്ളുന്ന ഒരാളില് അനന്തമായ സർഗശേഷിയുണ്ട്. ഈ സർഗശേഷിയെ, അങ്ങനെ സർഗശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ, അല്ലെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് ശരിക്ക് പറയാൻ തന്നെ അവകാശമുള്ളൂ എന്നാണ്. യുദ്ധത്തെ എതിർക്കുന്ന ഒരാൾക്ക് ശരിക്കും മനസ്സിലാക്കേണ്ട, ഭഗവത്ഗീതയിലെ മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ് ഇവിടെ. യുദ്ധത്തെ എതിർക്കുന്ന ഒരുവൻ ഒരിക്കലും സമാധാനപ്രിയനല്ല. എതിർക്കുക എന്നത് തന്നെ യുദ്ധമാണ്. ശരിക്കും മനസ്സിലാക്കണം. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച മനഃശാസ്ത്രം. നാം എന്തിനെയെങ്കിലും എതിർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അത് യുദ്ധമാവട്ടെ ഏത് വിഷയമാകട്ടെ, എതിർപ്പുകളെല്ലാം യുദ്ധമാണ്. ശ്രദ്ധിക്കുക. ഏതിനെ എതിർക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അത് സംഘർഷമാണ്, സംഘർഷങ്ങളെ സൃഷ്ടിക്കുന്നു. ഭഗവാൻ ഇവിടത് ശരിക്ക് എല്ലാ സംഘർഷങ്ങളെയും ദൂരീകരിക്കേണ്ടതുണ്ട്, എല്ലാ വിധത്തിലുള്ള സംഘർഷങ്ങളെയും. ഈ ഒരു സംഘർഷം മഹാത്മജിയിലുണ്ടായിരുന്നു, ഗാന്ധിജിയിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റിമറിക്കേണ്ടി വന്നത്.
അദ്ദേഹം നൈനിറ്റാളിലെ പ്രഭാഷണത്തില് അവിടെ കൂടിയിരുന്ന ആളുകളോട് അദ്ദേഹം ഉറപ്പ് കൊടുത്തതാ, ഭാരതം വിഭജിക്കുന്നുവെങ്കിൽ അത് എന്നെ വിഭജിച്ചതിന് ശേഷം മാത്രം. ഞാൻ വിഭജിക്കപ്പെട്ടാൽ മാത്രമേ ഭാരതം വിഭജിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഭാരതത്തെ വെട്ടിമുറിക്കുക എന്നത് ഒരിക്കലും അനുവദനീയമായിട്ടുള്ളതല്ല. ഞാൻ ജീവിച്ചിരിക്കെ അത് സംഭാവ്യമല്ല. ആ പറഞ്ഞ ഗാന്ധിജി ജീവിച്ചിരിക്കെ തന്നെ ഭാരതം വിഭജിക്കപ്പെടുന്നു. അതേ ഗാന്ധിജി പഞ്ചാബിൽ വെച്ചിട്ട്, അത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ വെച്ചിട്ട് ഗാന്ധിജി പറയുന്നുണ്ട്, ഈ ഭാരതം എത്ര വേണമെങ്കിൽ വിഭജിക്കട്ടെ, എനിക്ക് ഈ രക്തം കാണാൻ വയ്യ എന്ന് പറയാം. ഈ ആളുകൾ തമ്മിൽ വെട്ടുന്നത് കാണാൻ എനിക്ക് എന്റെ കണ്ണുകൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞതിന് ഞാനിതാ തിരുത്തുന്നു. ഈ വിഭജനത്തിലൂടെ ഇത്തരത്തിലൊരു രക്തപ്പുഴ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ എത്ര വിഭജിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാലും നിങ്ങൾ ഓർക്കണം, ഈ വിഭജനം കേവലം ഭൂമിക്ക് നിങ്ങൾ അതിർവരമ്പിടലാണ്. മനുഷ്യ മനസ്സിൽ നിങ്ങൾക്ക് ഈ വിഭജനം സൃഷ്ടിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന്, ഈ വിസ്തൃതമാർന്ന ഭൂമിയിൽ നിന്ന് എന്റെ മനസ്സ് ജനമനസ്സുകളിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ ഈ വിഭജനത്തിൽ എന്നെ അത് ആശങ്കാകുലനാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വിഭജിക്കാതിരിക്കെ എന്തു വേണമെങ്കിലാവാന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉയർച്ചയാണത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പഴയതിൽ തന്നെ ഉറച്ചു നിൽക്കാമായിരുന്നു. അത് അദ്ദേഹത്തിലെ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനെങ്കിലും എതിര് നിൽക്കുന്നത് സംഘർഷങ്ങളെ സൃഷ്ടിക്കുന്നു. നമ്മുടെ അനുഭവം തന്നെ നോക്കിക്കോളൂ നിങ്ങൾ. ഏതിനോടെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, കുട്ടികളോട് അത് ചെയ്യരുതെന്ന് പറയുന്ന സമയത്ത്, കുട്ടി അത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാവും, യുദ്ധം ഉണ്ടാവും. അതിന് കാരണം എന്താണ്? ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് ഏത് കാര്യത്തിലായാലും വിലക്കുകൾ യുദ്ധങ്ങളാണ്, പിന്തിരിയൽ യുദ്ധമാണ്, വിടുതൽ യുദ്ധമാണ്. അതുകൊണ്ട് അതിൽ ഇറങ്ങി നിൽക്കലോ അതാണ് അതിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയാം. അത് ഏതാവട്ടെ. അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഈ സത്യം പറയുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്. അതുകൊണ്ട് ഉപനിഷത്തിലെ പശ്ചാത്തലം വേറെയാണ്. നിങ്ങളത് ഗീതയുടെ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അത് നമ്മുടെ ചുറ്റുപാടാണത്. നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധം നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ എതിർപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയും ഭർത്താവും എതിർപ്പുകൾ സൃഷ്ടിക്കുന്നു പല വിഷയത്തിലും. അച്ഛനും മക്കളും, അമ്മയും മക്കളും, അയൽക്കാരനും അവനും, പലതിലും നമുക്ക് എതിർപ്പുകളുണ്ട്. നമ്മുടെ ഭരണത്തിലിരിക്കുന്നവര്, ഭരണപക്ഷവും പ്രതിപക്ഷവും, അവിടെയൊക്കെ യുദ്ധങ്ങളല്ലേ നടക്കുന്നത്. നിശബ്ദനായി മാറി നിന്നൊരാൾക്ക് ഇതിനെ നിരീക്ഷിക്കണമെങ്കിൽ എന്തു വേണം? എതിർപ്പുകളില്ലാത്ത ഒരാളായിരിക്കണം. അതുകൊണ്ടല്ലേ ഒരു സ്പീക്കർക്ക് പറയാൻ പറ്റും, പറഞ്ഞോളൂ എന്ന്. സ്പീക്കർ ഒരു കക്ഷി രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ളവരെ മാത്രമേ അവസരം കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ലോകസഭയിൽ അയാള് എഴുന്നേൽക്കുകയില്ല എന്നാ ഒരു കാലത്ത്. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഒന്നും പറയാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എഴുന്നേറ്റു. അപ്പൊ അവസരം കൊടുത്തു. പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റപ്പോ, അല്ല ഞാൻ മുണ്ട് ഉടുക്കാൻ എഴുന്നേറ്റതാണ്. എന്നാ ശരി ഇരുന്നോളൂ. അതെ, എന്തിനെങ്കിലും എഴുന്നേറ്റു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ യുദ്ധത്തിനെതിരാണ് എന്ന് പറയുമ്പം എന്നിൽ സംഘർഷങ്ങളുണ്ട്. ഇത് നമ്മൾ ശരിക്കും, ഇതാണ് മനഃശാസ്ത്രം, ഗീതയുടെ മനഃശാസ്ത്രം ഇതാണ്. അതുകൊണ്ടാണ് സ്വാമി ഇന്നലെ സൂചിപ്പിച്ചത്, ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും ഒക്കെ മനഃശാസ്ത്രം മനസ്സിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇത് മനസ്സിൽ നിന്നും കടന്നു നിൽക്കുന്നു എന്ന് പറയാം. ഇതിനാഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഭഗവാന് ഇങ്ങനെ അർജുനനോട് പറയേണ്ടി വരുന്നത്, നീ അതിലേക്ക് ഇറങ്ങൂ, നീ അതിനെതിര് നിൽക്കാതിരിക്കൂ. കാരണം നിന്റെ എതിരുകൾ മുഴുവൻ സ്വജനം എന്നതാണ്, സ്വന്തം എന്നതാണ്. ഈ സ്വന്തം എന്നതാണ് ഹിംസ. അപ്പൊ ആ സ്വന്തം എന്ന ഹിംസയിൽ നിന്ന് നിനക്ക് അതിവർത്തിക്കേണ്ടതുണ്ട്, അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അർജുന എഴുന്നേൽക്കൂ, തസ്മാത് ഉത്തിഷ്ഠ.
എവിടെ നിന്നാണ് ഈ എഴുന്നേൽക്കേണ്ടത്? ഇതിൽ നിന്നൊക്കെ നീ എഴുന്നേൽക്കും. ഏതിലാണോ നീ ഇരിക്കുന്നത് അതിൽ നിന്ന് എഴുന്നേൽക്കൂ. എന്നിട്ടോ യുദ്ധത്തിനായിക്കൊണ്ട് ആ തീരുമാനത്തെ എടുത്തുകൊണ്ട് എഴുന്നേറ്റാലും, ഉത്തിഷ്ഠ, എഴുന്നേറ്റാലും. ഇനി ഭഗവാന്റെ മുഖ്യ ഉപദേശത്തെ സ്പഷ്ടമാക്കുന്നു. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. അപ്പൊ ഭഗവാൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് പിന്തിരിഞ്ഞ് പിൻവാതിലിലൂടെ ഇതിനെ പ്രാപിക്കാം എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. സത്യാന്വേഷണമാകട്ടെ, ഏത് വിഷയത്തിലും പിന്തിരിഞ്ഞൊരു പുറംവാതിൽ നാം അന്വേഷിക്കാറുണ്ടല്ലോ പലപ്പോഴും. എളുപ്പത്തിൽ സാധ്യമല്ല. ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ചില ബാഹ്യമായ അല്ലെങ്കിൽ ഭൗതികമായ ചില വസ്തുക്കളെ പ്രാപിക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഒഴിഞ്ഞു മാറിയാൽ ഇതിൽ നിന്ന് സമാധാനം കിട്ടുമോ? ഇല്ല, അർജുനന് കിട്ടുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കൂ. എന്താണ് സുഖദുഃഖങ്ങളെയും ലാഭാലാഭവും ലാഭനഷ്ടങ്ങളെയും ജയാജയവും ജയപരാജയങ്ങളെയും സമീകൃത്വ തുല്യങ്ങളാക്കൂ. തുല്യങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ നീ അതില് ഞാൻ ജയിച്ചവനെന്നോ ഞാൻ പരാജയപ്പെട്ടവനെന്നോ ഉള്ള അഹങ്കാരത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത് സമത്തിൽ വരുന്നുള്ളൂ എന്നാണ്. അപ്പൊ ഞാൻ കേവലം ഒരു ഉപകരണം മാത്രമായി തീരുകയാണ്. ഒരു ഫാന് കറങ്ങുന്നത് പോലെ. ഫാനിന് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. വൈദ്യുതി അതിൽ പ്രവഹിക്കുന്നു, അത് കറങ്ങുന്നു. ഒരു മിക്സി നാളികേരം അരയ്ക്കുന്ന സമയത്ത് അതിൽ കറണ്ട് അതിലേക്ക് പ്രവഹിക്കുന്ന സമയത്ത് ആ മോട്ടോർ കറങ്ങുന്നു, അനന്തരം ബ്ലേഡ് കറങ്ങുന്നു. എന്തൊക്കെ അവിടെ ഉണ്ടോ അതിനെയൊക്കെ ആ കറക്കത്തിൽ അതൊക്കെ അരഞ്ഞരഞ്ഞരഞ്ഞ് നമുക്ക് വേണ്ട പാകത്തിലാവുന്നു. അതിൽ അഭിമാനിക്കുകയാണെങ്കിലോ, ഞാനാണ് ഇതൊക്കെ ചെയ്തത്, അഭിമാനിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? അതിൽ ലാഭമാകട്ടെ നഷ്ടമാകട്ടെ നീ സമത്വത്തെ ശീലിക്കൂ. സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി സംഘമില്ലാത്തവനായി തീരൂ. ഇതാണ് സമീകൃത്വ തതഃ. അതിനുശേഷം യുദ്ധായ യുജ്യസ്വ, യുദ്ധത്തിൽ നീ ഉൾപ്പെടൂ, യുദ്ധത്തിൽ നീ വ്യാപരിക്കൂ, ആ യുദ്ധഭൂമിയിൽ അടരാടൂ. നമ്മളോടുള്ള നിർദ്ദേശം. ഈ ഒരു നിർദ്ദേശത്തിൽ ഈ ഒരു ഭാവന ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു കരുത്ത് ഉൾക്കൊണ്ടാൽ മാത്രമേ ഇവിടുത്തെ മിലിറ്ററിക്കും പോലീസിനും ഒക്കെ അവരുടെ നിയമം നടപ്പാക്കാൻ പറ്റുള്ളൂ, അല്ലെ? അത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് പലപ്പോഴും പലയിടത്തും ലാത്തി ചാർജ് മറ്റു പല വിധത്തിലായി പോകുന്നത്. റേഷൻ കടയിൽ പഞ്ചസാര മേടിക്കാൻ വന്ന കുട്ടിയാണ് വെടിവെപ്പിൽ മരിക്കുന്നത് മലപ്പുറത്തെ. രാഷ്ട്രീയ സംഘർഷത്തെ ഒഴിച്ചുവിടാൻ വേണ്ടി പോലീസ് ആകാശത്തേക്ക് വെച്ച വെടിയാ. എങ്ങനെയത് റേഷൻ ഷോപ്പിലേക്ക് വന്നതെന്ന് ദൈവം തമ്പുരാനെ അറിയുള്ളൂ. പലപ്പോഴും ആകാശത്തേക്കാണ് വെടിവെക്കാറ്. അപ്പൊ ഒരു പോലീസിന് ഒരു ലാത്തി ചാർജ് ചെയ്യേണ്ട സമയത്ത് എങ്ങനെ വേണം ലാത്തി ചാർജ് ചെയ്യാൻ? ഇതന്നെ, ഇത് ഉൾക്കൊള്ളുക, എടുത്ത് പൂശ തന്നെ. അല്ല, അതിൽ നോക്കിയടിക്കാൻ പറ്റുമോ? ഇന്ന ആളുകളെ ഇപ്പം മതപരമായിട്ടുള്ള ഒരു സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് അയക്കുന്ന പോലീസുകാരൻ തന്റെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ലാത്തി വീശാൻ പുറപ്പെട്ട എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് ലാത്തി വീശിയാൽ. ഏത് കർമ്മരംഗത്തും നിസ്വാർത്ഥത എന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മം, ഏറ്റവും സങ്കീർണമാർന്ന കർമ്മമാണ് യുദ്ധം. അതിനപ്പുറത്തേക്ക് അവനൊരു സങ്കീർണതയുള്ള കർമ്മമില്ല. ആ സങ്കീർണതയുള്ള കർമ്മത്തെ, ആ കർമ്മത്തിന്റെ ഭൂമികയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടാണ് ഈ ശാസ്ത്രം അനാവരണം ചെയ്യപ്പെടുന്നത്. അതിന്റെ അപ്പുറത്ത് വേറെ കർമ്മമില്ല.
അതിന് പ്രതിപക്ഷത്ത് നിർത്തി, പ്രതിഭാഗത്ത് നിർത്തി, തന്നെ പഠിപ്പിച്ചവരെയും മറ്റുള്ളവരെയും ഒക്കെ. എന്നിട്ട് അതിനെ എങ്ങനെ ഭംഗിയായി ചെയ്യാം, ഇത്രയും പറഞ്ഞുവെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ മഹത്വം ഒന്ന് ആലോചിക്കും. എവിടെയെങ്കിലും ഒരു തീരത്ത് ഒരു പർവ്വതത്തിന്റെ സമീപത്തിരുത്തി പറഞ്ഞു കൊടുക്കുകയല്ല ഇത്. അതാണ് ഗീതയുടെ മഹത്വം. അതുകൊണ്ടാണ് ഇതിനെ സാർവലൗകികം എന്ന് പറയുന്നത്.